ഈ അടുത്ത് ഇറങ്ങിയ ഒരു പഠനത്തിൽ പറയുന്നു, വാട്ട് ആർ ദ മോസ്റ്റ് റീഡ് ബുക്സ്? ദ ഹോളി ഖുർആൻ came out on top with 3 billion prints. ഈ 2 വർഷക്കാലയളവിനുള്ളിൽ നടന്ന പഠനത്തിൽ പറയുന്നത്, ലോകാടിസ്ഥാനത്തിൽ ഒരുപാട് വേദഗ്രന്ഥങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും കൂടുതൽ കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടത് ബൈബിൾ ആണെങ്കിലും കൂടുതൽ ലോകത്ത് വായിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥം 3 ബില്യണിലധികം കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടു. പക്ഷേ അത് വായിക്കുന്ന ഏറ്റവും കൂടുതൽ ലോകത്ത് വിശുദ്ധ ഖുർആനാണ് എന്നാണ് പഠനം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, മുസ്ലിമീങ്ങൾ മാത്രമല്ല ഖുർആൻ പഠിക്കുന്നതും വായിക്കുന്നതും മനസ്സിലാക്കുന്നതും. ലോകത്തുള്ള സർവ്വ ജനങ്ങളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. അത് വായിക്കാൻ അവർ ഇഷ്ടപ്പെടുകയാണ്. അവരുടെ ഹൃദയം വെമ്പൽ കൊള്ളുകയാണ് വിശുദ്ധ ഖുർആനിന് വേണ്ടി. അത് നമ്മൾ ചിന്തിക്കണം. അമേരിക്കയിൽ കുട്ടികൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്തീയരായ കുട്ടികളൊക്കെ വിശുദ്ധ ഖുർആനെ പറ്റി അതിന്റെ പറയുന്ന ശാസ്ത്രീയ വശങ്ങളൊക്കെ. കാരണം വൈദ്യശാസ്ത്രമാണെങ്കിലും ബയോളജി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും ഗോളശാസ്ത്രമാണെങ്കിലും സമുദ്രവും ആകാശവും അതിനിടയിലുള്ള സർവമാന കാര്യങ്ങളും ആകാശത്തിന്റെ മുകളിലേക്കുള്ള കാര്യത്തിന് പുറമെ ഈ ഭൗതിക ലോകത്തുള്ള സർവ്വ വസ്തുക്കളെ കുറിച്ചും പരാമർശിച്ച വിശുദ്ധമായ ഖുർആൻ, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ബൈബിള് എന്ന വേദഗ്രന്ഥം, ക്രിസ്ത്യരുടെ വേദഗ്രന്ഥം, അത് ഇന്ത്യയിൽ അടിക്കപ്പെട്ടതുപോലെ ആയിരിക്കില്ല അമേരിക്കയിൽ അടിക്കപ്പെടുന്നത്. ജർമ്മനിയിൽ അടിക്കപ്പെടുന്നത് വേറെ രൂപത്തിലാണ്. അത് പൗരോഹിത്യത്തിനനുസരിച്ച് പല സ്ഥലങ്ങളിലും മാറ്റിമറിച്ചിട്ടുണ്ട്. എങ്കിൽ ഇന്ത്യയിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ വിശുദ്ധ ഖുർആൻ ഓതുന്നുവെങ്കിൽ സൗദി അറേബ്യയിലും ജർമ്മനിയിലും ആഫ്രിക്കയിലും അറ്റ്ലാന്റിക് അവിടെയാണെങ്കിലും ഒക്കെ ഓതപ്പെടുന്ന വിശുദ്ധ ഖുർആൻ ഒരേപോലെ. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഖുർആൻ ഓതാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റബ്ബ് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന സമയത്ത് അറേബ്യൻ സാഹിത്യത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ കടന്നു വരുന്നത്. അറേബ്യൻ സാഹിത്യം എന്ന് പറഞ്ഞാൽ ഇംറു ഖൈസ്, സുഹൈർ, ലബീദ് പോലത്തെ അറബിക് ലിറ്ററേച്ചറിൽ വലിയ സാമ്രാട്ടുകൾ, മലസമാനമായ പർവ്വത സമാനമായ പണ്ഡിതന്മാരുടെ ഇടയിലേക്കാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു അവതരിപ്പിക്കുന്നത്. ആ സമയത്ത് പലരും പറഞ്ഞു, ഈ ഖുർആൻ മുഹമ്മദ് നിർമ്മിച്ചുണ്ടാക്കിയതാണ്. അവൻ ഒരു കവിയാണ് മുഹമ്മദ്. ആ മുഹമ്മദ് പാട്ടുപാടുന്നത് പോലെ പാടി ഉണ്ടാക്കിയതാണ് വിശുദ്ധ ഖുർആൻ എന്ന് അന്ന് അറേബ്യയിലുള്ള പലരും പറഞ്ഞ സമയത്ത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ, മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നിങ്ങൾ പറയുന്നത് പോലെ ഒരു പേനയും പേജും കിട്ടിയാൽ എഴുതി ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയതല്ല വിശുദ്ധ ഖുർആൻ. അത് അല്ലാഹുവിൽ നിന്നുള്ള ദിവ്യബോധനമാണ്. മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് 23 തവണകളിലായി ഇറക്കപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹ് അത് ഹൃദയത്തിൽ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. റമദാൻ അല്പം മുമ്പാണ് നമ്മുടെ കേരളത്തിൽ നിന്നല്ല ഒരുപാട് സ്റ്റേറ്റുകളിൽ പ്രസംഗിച്ചിരുന്ന ബഹുമാനപ്പെട്ട ഹാഫിദ് മഖ്സൂദ് സഖാഫി ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാണ്, നിറച്ചുയർത്തി കൊടുക്കുമാറാണ്. വിശുദ്ധ ഖുർആനുമായി ജീവിച്ച് അത് ഹിഫ്ളാക്കി അത് ലോകത്താകെ ദഅവത്ത് നടത്തിയ മഹാപണ്ഡിതൻ. അവിടുത്തെ മുഖം ഞാൻ പറഞ്ഞല്ലോ, മരിച്ചു കിടക്കുന്ന മുഖം കണ്ടിട്ട് ആ ഖുർആനിന്റെ പ്രകാശം, മക്കളെ, ഖുർആൻ നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ അത് വെറുതെ ആവൂല എന്നതിന് തെളിവായി. കാരണം എന്താ അറിയോ, ആ ജനാസ കടത്തിയ റൂമിലേക്ക്, ഹാളിലേക്ക് പോയിട്ടത് കണ്ടാൽ ആളുകൾ അവിടുന്ന് തിരിച്ചു പോരണ്ടേ, അടങ്ങ് നിൽക്കുക, ഒരു പ്രകാശം ഇങ്ങനെ തിങ്ങി നിൽക്കുന്നത് പോലെ അള്ളാഹു നമ്മളും മരിച്ചു കിടക്കുമ്പോൾ ആ പ്രകാശം നമുക്ക് നൽകുമാറാകും. അല്ലെ, മരിച്ചു കിടക്കുമ്പോൾ ചില ആൾക്കാരുടെ മുഖം യൗമ തബിയല്ലു വുജൂഹും വതസ്വദ്ദു വുജൂഹും എന്ന് പറഞ്ഞില്ലേ, ഇവിടെയുള്ള അള്ളാഹു നൽകിയ കേവലം നമ്മുടെ തൊലിപ്പുറത്തുള്ള കളറ്, അത് യഥാർത്ഥ നിറമല്ല. മരിക്കുന്ന ആളുകൾ മരിക്കുന്ന സമയത്ത് ചിലപ്പോൾ വെളുത്ത ആളുകളായിരിക്കും ജീവിതത്തിൽ, കറുത്തിരുട്ടുണ്ടാവും മുഖം. എന്നാൽ കറുത്ത തൊലിയായിരിക്കും, പക്ഷേ മരിച്ചു കിടക്കുമ്പോഴോ പൗഡറൊക്കെ ഇട്ടതുപോലെ പ്രകാശിച്ചു നിൽക്കും ചില ആളുകൾ. ഇതുപോലെ ആഖിറത്തിൽ വരുമ്പോൾ ചില ആളുകളുടെ മുഖം വെളുപ്പും
ചില ആളുകളുടെ കറുക്കും. അതുപോലെ അള്ളാഹു നമ്മുടെയൊക്കെ മുഖം വെളുപ്പിക്കുമാറാവട്ടെ, ഈമാൻ കൊണ്ട് അള്ളാഹു നിറം നൽകുമാറാവട്ടെ. നീ മുഖം വെളുത്തിട്ട് കാലം നമ്മുടെ ഹൃദയം പടച്ച റബ്ബേ നീ പ്രകാശിപ്പിക്കണം റഹ്മാനെ. ഒരു കളങ്കമില്ലാത്ത ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു കറുത്ത പുള്ളി നമ്മുടെ ഹൃദയത്തിൽ വീയാണ്, കറുത്ത പുള്ളി വീയ, വീണ്ടും തെറ്റ് ചെയ്യുമ്പോൾ പിന്നെയും കറുക്കുക. അങ്ങനെ ചില ആളുകൾ മരിക്കുമ്പം ഹൃദയം മുഴുവനും കറുത്തു പോയിരിക്കും. ചില ആളുകളുടെ സ്ഫുടമായി എന്തായാലും ഹൃദയം, ആരോടും വെറുപ്പില്ല, വിദ്വേഷമില്ല, അങ്ങനെയുള്ള ഹൃദയം. അല്ലാഹു അതൊക്കെ നമുക്ക് നൽകുമാറാവട്ടെ. നല്ല മനസ്സിന് ഉടമകളാക്കി തരുമാറാവട്ടെ, വിദ്വേഷമില്ലാത്തവരാക്കി തരുമാറാവട്ടെ. അപ്പൊ വിശുദ്ധ ഖുർആൻ നമ്മൾ ചേർത്തി പിടിച്ചാൽ നമുക്ക് ഒരിക്കലും പരാജയം സംഭവിക്കൂല. രാവിലെ ജോലിക്ക് പോകുന്ന ഒരാള് ഏത് ജോലിക്ക് പോകുമ്പോഴും ഖുർആൻ എടുത്തിട്ട്, റമളാനിൽ നിന്നല്ല എല്ലാ മാസങ്ങളിലും ഖുർആൻ എടുത്തിട്ട് ഒരു പേജ് അല്ലെങ്കിൽ ഒരു വരിയെങ്കിലും എടുത്ത് ഓതിപ്പോയാൽ ഓന്റെ ജോലിയിൽ, ആ കുടുംബത്തിൽ, ആ ഓതിയ വീട്ടിൽ എല്ലാ ഖൈറും ബറക്കത്തും ഉണ്ടാകും. ഒന്നും പേടിക്കണ്ട. സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിശുദ്ധ ഖുർആൻ ഞാൻ പറഞ്ഞല്ലോ 114 അധ്യായങ്ങളുള്ള വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ സമയത്ത് ഇത് മുഹമ്മദ് നബി നിർമ്മിച്ചുണ്ടാക്കിയ കവിതകളാണ്, കവിതാ ശകലങ്ങളാണ് എന്ന് പാടിപ്പറഞ്ഞ് മക്കയുടെ തെരുവോരങ്ങളിൽ ചില ആളുകൾ കിംവദന്തി പരത്തിയ സമയത്ത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സൂറത്തു യാസീനിൽ വമാ അല്ലംനാഹു അശ്ശിറ വമാ യൻബഗി ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വ ഖുർആനും മുബീൻ. മുഹമ്മദ് നബി കവിയല്ല, മുഹമ്മദ് നബിക്ക് കവിത നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. കവിത പാടി കവിയായി നടക്കുക എന്നുള്ളത് മുഹമ്മദ് നബിക്ക് യോജിച്ചതുമല്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അത് കവിതയാണെന്ന് പറഞ്ഞു നടക്കുന്നത് ശരിയല്ല. ഖുർആൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ നിർമ്മിച്ചതാണെങ്കിൽ, മുഹമ്മദ് നബി നിർമ്മിച്ചതാണെങ്കിൽ നിങ്ങളൊന്ന് കൊണ്ടുവരൂ ഖുർആന് തുല്യമായത്. വിശുദ്ധ ഖുർആൻ പോലോത്തെ അറബി സാഹിത്യത്തിൽ കിടപിടിക്കുന്ന ഒരു ഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് വിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ചു. അന്ന് ഈ മുശ്രിക്കുകൾ എന്ത് ചെയ്തെന്നറിയോ? വിശുദ്ധ ഖുർആനിന്റെ ആ വചനങ്ങൾക്ക് തുല്യമായത് വല്ലതും ആരെങ്കിലും നിർമ്മിക്കുമെന്ന് വിചാരിച്ച് അന്ന് ഏറ്റവും വലിയ സാഹിത്യകാരന്മാരുള്ള കാലം ഓരോരുത്തരെടുത്ത് സമീപിച്ചു, ഒരുപാട് ഇനാമുകൾ പ്രഖ്യാപിച്ചു. ദീനാറുകൾ തരാം, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി തരുമോ, ഖുർആന്റെ ഒരു വരിക്ക് തുല്യമായതൊന്നും ഉണ്ടാക്കി തരുമോ? പലരും എഴുതി നോക്കി, സാധിച്ചിട്ടില്ല. രണ്ടാമത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വെല്ലുവിളിച്ചു, ഖുർആന് തുല്യമായത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ സൂറത്ത് ഹൂദിൽ കാണാം, ഒരു 10 ആയത്ത് 10 വചനങ്ങളെങ്കിലും നിങ്ങളൊന്ന് കൊണ്ടുവരി എന്ന് പറഞ്ഞു. പലരും എഴുതി നോക്കി, ശ്രമിച്ചു നോക്കി, കഴിഞ്ഞില്ല. ഖുർആനിന്റെ അവസാനത്തെ വെല്ലുവിളി, ഇനി 10 സൂറത്ത് പോയിട്ട് അത് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ സൂറത്ത് ബഖറയിൽ കാണാം. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഈ ഇന്നാ അഅ്തൈനാകൽ കൗസറിന് തുല്യമായ ഒരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ. വിശുദ്ധ ഖുർആന്റെ വെല്ലുവിളി. അക്കാലം മുതൽ ഇക്കാലം വരെ പാശ്ചാത്യരും പൗരസ്ത്യരും പേജിൽ എഴുതുന്നവരും സ്റ്റേജിൽ സംസാരിക്കുന്നവരും ശ്രമിച്ചിട്ട് പോലും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഇന്നും ഈ ആധുനിക കാലഘട്ടത്തിൽ വരെ ഖുർആന്റെ സാഹിത്യത്തിനോട് കടപിടിക്കുന്ന ഒരു വേദഗ്രന്ഥവും ഇല്ല, ആർക്കും എഴുതി കൊണ്ടുവരാനും സാധിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയത്തിന്റെ വസന്തമാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ. അല്ലാഹ് ഞങ്ങളുടെ മനസ്സിന്റെ സന്തോഷമാക്കി തരണം അല്ലാഹ്. ഒരു വിഷമം വരുമ്പോ, ടെൻഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യാറിയോ? ഖുർആൻ എടുത്തിട്ട് ഓതുക. പല മഹാന്മാരും പഠിപ്പിച്ച മരുന്നാണ്. ടെൻഷൻ വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ ഖുർആൻ എടുത്ത് ഒരു വരി ഓതുക. എന്നാൽ നമ്മൾ ടെൻഷനും പ്രയാസങ്ങളൊക്കെ അകന്നു പോകുന്ന. ഇനി നോക്കൂ, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം വിശുദ്ധ ഖുർആനിന്റെ മഹത്വത്തെ പറ്റി. ആ ഖുർആനിൽ ഇല്ലാത്ത ഒരു കാര്യവുമില്ല. എന്റെ ഒട്ടകത്തിനെ നഷ്ടപ്പെട്ടാൽ അത് ഖുർആനിൽ ഞാൻ നോക്കി കണ്ടെത്തുമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അലി ഇബ്നു ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് വരെ, സൂറത്തുൽ ഫാത്തിഹ 7 വചനങ്ങൾ, അതിന് വിശദീകരണം എഴുതാൻ ഇരുന്നാൽ
70 ഒട്ടകങ്ങൾക്ക് ചുമക്കാവുന്ന അത്രത്തോളം വിശദീകരണങ്ങൾ ഉണ്ടാകും എന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. നിങ്ങൾ നോക്കൂ, ഖുർആൻ ഓത്ത് നമ്മളൊക്കെ ഫോണിൽ കിട്ടും അല്ലെ? യൂട്യൂബിൽ ഇന്ന് സജീവമായിട്ട് പല കാര്യങ്ങളുടെയും ഓത്ത് നമുക്ക് സുലഭമാണ്. അത് നമ്മൾ കേൾക്കണം. അതിൽ ആളുകൾ കൂടുതൽ കേൾക്കുന്നത് നിങ്ങൾ നോക്കൂ, അമുസ്ലിമീങ്ങളായ ആളുകളാണ്. എത്രയോ ആളുകൾ അമുസ്ലിമീങ്ങൾ കേൾക്കുക, അതിന്റെ മാധുര്യം, ആനന്ദം ഒരു സംഗീതത്തിനും ലോകത്തുള്ള ഒരു സിനിമാ പാട്ടിനും ആൽബം പാട്ടിനും ഇതിന്റെ അത്ര മാധുര്യം അനുഭവിച്ചാൽ ലഭിക്കുകയില്ല വിശുദ്ധ ഖുർആന്റെ അത്ര. നിങ്ങൾക്കറിയോ, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ മനോഹരമായി ഖുർആൻ ഓതുന്ന ആളായിരുന്നു. വളരെ ഇമ്പമുള്ള ഓത്തായിരുന്നു അത്രേ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എല്ലാവരും വിശുദ്ധ ഖുർആന് പല നിലക്കും പല രീതിയിലോ പലർക്കും ഓതാൻ കഴിയും. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി പറഞ്ഞതുപോലെ സയ്യിനുൽ ഖുർആന ബി അസ്വാതിക്കും, നിങ്ങൾക്ക് കഴിയണ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഖുർആൻ നന്നാക്കി ഓതണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പോ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓത്ത് വളരെ മനോഹരമായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുമായിരുന്നു, യബ്ന മസ്ഊദ് ഇഖ്റ അലയ്യ, ഖുർആൻ എനിക്ക് ഓതിക്കൊണ്ടാ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവോട് റസൂലുള്ളാഹി പറയും. എനിക്ക് ഓതിക്കൊണ്ടാ, ഞാൻ കേൾക്കട്ടെ. റസൂലുള്ളാഹി ഇങ്ങനെ കേൾക്കാൻ വേണ്ടി ഇരിക്കും. നമ്മുടെ വീട്ടിൽ ചെറിയ മക്കള് ഖുർആൻ എടുത്ത് ഓതുമ്പോ നമ്മളവിടെ ഇരിക്കുക, അത് പ്രോത്സാഹിപ്പിക്കുക, അത് കേൾക്കുക. വീട്ടിൽ നിന്ന് ആരെങ്കിലും ഓതുമ്പോ കേൾക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്ന സമയത്ത് കേൾക്കാറുണ്ടായിരുന്നു. നമ്മളെ കുട്ടികള് ഒരു ഖത്മ് തീർത്താൽ നമ്മൾ പറയാ, മോനെ അനക്ക് ഞാന് 500 റുപ്യ തരും ഒരു ഖത്മ് ഓതി തീർത്താല് എന്ന് കുട്ടികൾക്ക് വല്യപ്പമാരും ഉപ്പമാരും നമ്മൾ എന്ത് ചെയ്യാ? ഒരു പ്രോത്സാഹനം കൊടുക്കുക. മോനോട് പറയാ, ഒരു ഖത്മ് സ്ഥിരമായി ഓതുന്ന പോലെയാണെങ്കിൽ 2 ഖത്മ് ഓതിയാല് 500 രൂപ നമുക്ക് തരും. ആ 500 രൂപ നമുക്ക് നഷ്ടപ്പെടൂല. ആ 500 രൂപ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടൂല. ഖുർആൻ, ഒരു ഫാത്തിഹ വിശുദ്ധ ഖുർആനിൽ നിന്ന് പഠിച്ചിട്ട് എത്രയോ ഉപ്പമാര് എന്തൊക്കെ സമ്മാനങ്ങൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. നമ്മൾ പറയൂ, SLCക്ക് ജയിച്ചാല് നമുക്ക് വണ്ടി വാങ്ങിത്തരും. SLCക്ക് ജയിച്ചാൽ, +2 ജയിച്ചാൽ എന്ത് ചെയ്യും? ബുള്ളറ്റോ മൊബൈൽ ഫോണോ ഒക്കെ വാങ്ങിത്തരും. അതുപോലെ ഒരു ഫാത്തിഹ മോനെ, ഉമ്മുൽ കിതാബ് അല്ലെ, വിശുദ്ധ ഖുർആനിന്റെ ഉമ്മാണല്ലോ ഖുർആന്, അതിന്റെ ഫാത്തിഹ, ആ ഫാത്തിഹ പഠിച്ചാല് നമുക്ക് എന്ത് ചെയ്യാ? ഒരു 500 രൂപ അല്ലെങ്കിൽ ഒരു സമ്മാനം ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുക. അപ്പൊ നമ്മളെ മക്കൾ എന്ത് ചെയ്യാറിയോ? അതിനു വേണ്ടി ശ്രമിക്കും. ആ 500 നമുക്ക് നഷ്ടപ്പെടൂല. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഓത്ത് ഇങ്ങനെ കേൾക്കുകയായിരുന്നു. ഒരു സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ആരാണ്? വളരെ ഈളത്തിൽ ഖുർആൻ ഓതുന്ന മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. സ്വഹാബികളെല്ലാം ചുറ്റും കൂടി ഇരുന്ന് അവിടുത്തെ ഓത്ത് കേൾക്കാറുണ്ടായിരുന്നു. കരഞ്ഞുകൊണ്ടേയിരിക്കും സ്വഹാബികള്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഓത്ത് കേട്ടിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഓതാൻ പറഞ്ഞ സമയത്ത് സൂറത്തുൻ നിസാ മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് ഓതി കൊടുത്തു. ഓതിയിട്ട് ഫകൈഫ ഇദാ ജഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജഅനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. നബിയേ, ആഖിറത്തിൽ ഓരോ ഉമ്മത്തിന്റെയും കൂടെ അവരവരുടെ ഉമ്മത്തിന്റെ നബിയെ കൊണ്ടുവരുന്ന സമയത്ത് തങ്ങളുടെ ഉമ്മത്തിന്റെ സാക്ഷിയായിക്കൊണ്ട് തങ്ങളെ ഹാജരാക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തെത്തിയ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇബ്നു മസ്ഊദ് ഓത്തുന്ന നിർത്ത്. ആ സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ഓത്ത് നിർത്തിയിട്ട് റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് ഫഇദൻ ഐനാഹു തദുഫാനി, റസൂലുള്ളാഹിന്റെ കണ്ണിൽ നിന്നുണ്ട് കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങുന്നു. റസൂലുള്ളാഹിന്റെ കണ്ണിന്ന് എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? ഓത്ത് കേട്ടിട്ട് അതിന്റെ അർത്ഥം ചിന്തിച്ചിട്ട്, അതാണ് നമുക്ക് അർത്ഥം അല്പമെങ്കിലും അറിയുമെങ്കിൽ ആ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓതാൻ ശ്രമിക്കാം. ഇടക്ക് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ഇത് അള്ളാന്റെ കലാമാണല്ലോ, പടച്ച റബ്ബേ നിന്റെ കലാമാണല്ലോ ഇത് എന്ന നിലയ്ക്ക് നമ്മൾ കണ്ണീര് പൊയ്ക്കുക. ആ കണ്ണീര് വെറുതാവൂല. നരകത്തിന്റെ തീയെ പോലും കെടുത്തിക്കളയാൻ കഴിവുണ്ട് അള്ളാനെ ഓർത്തുള്ള കണ്ണുനീരെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കരയാ.
റസൂലുള്ളാന്റെ ഓത്ത് കേൾക്കാൻ വേണ്ടി നിങ്ങൾക്കറിയോ രാത്രിയിൽ 3 ആളുകൾ ഒളിച്ചു വന്നു റസൂലുള്ളാന്റെ ഓത്ത് കേൾക്കാൻ വേണ്ടിയിട്ട്. ആരാണ്? അബൂ സുഫിയാൻ. റസൂലുള്ള വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓതും രാത്രി നിസ്കാരത്തില് സൂറത്തുൽ ബക്കറയും ആലിമ്രാനൊക്കെ റസൂലുള്ള ഓതും. ഒരുപാട് നേരം നിന്ന് ഇങ്ങനെ നിസ്കരിക്കും. അതിലൊക്കെ ഇങ്ങനെ ഓത്തുണ്ടാവും. ഖുർആൻ ഓതാൻ ഏറ്റവും അഫ്ളല് നിസ്കാരത്തിലുള്ള ഓത്ത ഏറ്റവും അഫ്ളലായ സമയം. അപ്പൊ റസൂലുള്ള ഇങ്ങനെ ദീർഘിപ്പിച്ച് നിസ്കരിക്കും രാത്രിയല്ലേ. ആ സമയത്ത് അബൂ സുഫിയാൻ എന്ത് ചെയ്യുന്നറിയോ? മൂപ്പര് മറുപക്ഷത്താണെങ്കിലും ഹബീബിന്റെ ഓത്തിന്റെ മാധുര്യം കൊണ്ട് ഒളിഞ്ഞു വരുന്ന റസൂലുള്ളാന്റെ വീടിന്റെ അടുത്തേക്ക് ഒരു ദിവസം അങ്ങനെ വന്നു ഈ അബൂ സുഫിയാൻ. ആ സമയത്തുണ്ട് ഇരിക്കുന്ന സമയത്ത് പാത്തും ഒളിഞ്ഞും ഇരിക്കുന്ന സമയത്ത് അപ്പുറത്തൊരാൾ നോക്കുന്ന സമയത്ത് അപ്പുറത്ത് വേറൊരാൾ. അതാരാ? അതും ഖുറൈശി പ്രമുഖരിൽപ്പെട്ട അബൂജഹലാണ്. അബൂജഹൽ അപ്പുറത്ത് മാറിയിരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സീറത്തു ഇബ്നു ഹിഷാം അവിടുത്തെ സീറത്തു നബവിയിൽ പറയുന്ന ചരിത്രമാണ്. ബഹുമാനപ്പെട്ടവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്ന സമയത്ത് അപ്പുറത്തുണ്ട് അബൂജഹൽ ഇങ്ങനെ ഓത്ത് കേൾക്കുന്നു. അതിന്റെ തൊട്ടപ്പുറത്ത് കുറച്ച് അകലേണ്ട് അഹ്നസ് എന്ന് പറയുന്ന ഖുറൈശി പ്രമുഖൻ. മൂപ്പരും വന്നത് റസൂലുള്ളാഹിന്റെ ഓത്ത് കേൾക്കാനാ. 3 ആളും അങ്ങോട്ട് പരസ്പരം അറിയില്ല. മുഹമ്മദിന് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് റസൂലുള്ളാഹിനെ കണ്ടാല് കണ്ണെടുത്തു പോകും. ആ രൂപത്തിൽ വെറുപ്പായിരുന്നു അവർക്ക്. പല്ലിറുമ്പിപ്പോകും. അത്രക്ക് ദേഷ്യമുള്ള സമയത്താ ഓത്ത് കേൾക്കാൻ വേണ്ടി. ഖുർആന് അവർക്ക് അറബി അറിയല്ലോ. അറബി സാഹിത്യകാരന്മാരാകുന്ന കവികളുള്ള കാലത്ത് ഈ അറബികളിലേക്കാണല്ലോ ഖുർആൻ അറിയാം. അപ്പൊ അവർക്ക് അർത്ഥം മനസ്സിലാവും. അത് ചിന്തിച്ചിട്ട് ഇവരെന്ത് ചെയ്യും? അർത്ഥം മനസ്സിലാവും. റസൂലുള്ളാഹിന്റെ ഓത്തിന്റെ ഈണവും അത് കേട്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ സുബഹിയോടടുത്ത സമയമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓത്തുന്നു നിർത്തിയപ്പോൾ 3 ആളും 3 സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് വഴിയിലേക്ക് ഇറങ്ങി തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വഴിയിലേക്ക് ഇറങ്ങിയ സമയത്ത് അബൂജഹൽ കാണുന്നു ഇരുട്ടിന്റെ മറവില് മറ്റൊരാൾ എഴുന്നേറ്റ് പോകുന്നത്. അത് നോക്കുമ്പോരാ തന്റെ സഹപ്രവർത്തകനാകുന്ന അബൂ സുഫിയാൻ ഇപ്പുറത്തേക്ക് നോക്കുമ്പോഴുണ്ട് അഹ്നസ് മറ്റൊരു ഭാഗത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്നു. 3 ആളും ഒരു കൊടി പിടിക്കുന്ന ഒരു പാർട്ടിയുടെ സജീവ പ്രവർത്തകരാകുന്നു. അങ്ങനെ 3 ആളും പരസ്പരം കണ്ടപ്പോ ഇങ്ങനെ കണ്ണ് തള്ളിയിട്ട് ചോദിച്ചു, എന്തിനാ വന്നത്? അവരാൾ പറഞ്ഞു, അബൂ സുഫിയാൻ പറഞ്ഞു, ഞാനിവിടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഓത്ത് കേട്ടപ്പോ ഇവിടെ ഇങ്ങനെ നിന്നുപോയതാ. മുഹമ്മദിന്റെ ഓത്താണോ എന്ന് നമുക്കറിയില്ല. അപ്പൊ അഹ്നസ് ചോദിച്ചു. അഹ്നസും ഇതിന് അഭിപ്രായം. അപ്പൊ 3 ആളും പറഞ്ഞു, നമ്മള് നേതാക്കന്മാരാകുന്ന നമ്മൾ ഈ പണി ചെയ്താൽ അണികളിൽ നിന്ന് ഒരാൾ ഇത് അറിഞ്ഞാൽ എന്താ പിന്നെ? മുഹമ്മദിന്റെ ഓത്ത് കേൾക്കാൻ വേണ്ടി നേതാക്കൾ പോയി എന്ന് പറഞ്ഞ എന്താ പിന്നെ അവസ്ഥ? ഇനി മേലിൽ ഈ പണി എടുക്കരുത് എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് താക്കീത് ചെയ്തു. 3 ആളും പിരിഞ്ഞു. അതാണല്ലോ ലഹരി എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണല്ലോ ഈ വിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ ലഹരിയാ. അത് അനുഭവിച്ചവർക്ക് അതാണ്. പിറ്റേ ദിവസം അതേ സമയമാകുമ്പോൾ എന്ത് ചെയ്യും? ആ ലഹരിക്ക് അതങ്ങനെ കള്ള് ഒരു വട്ടം ഉപയോഗിച്ചാല് പിറ്റേ ദിവസം ആ സമയമാകുമ്പോ വെറുതെ കൂല കൈ ഇങ്ങത്തെരിക്കും. അത് ഉപയോഗിക്കാൻ വേണ്ടി. അത് ഏറ്റവും വലുതാണല്ലോ ഇപ്പൊ MDMA. ആ MDMA ഉപയോഗിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം എവിടെയാണോ അത് ഉള്ളത്, അത് ചെന്നൈയിലാണോ കൊൽക്കത്തയിലാണോ ഒന്നും നോക്കൂല. എവിടെയൊക്കെ അതിനേക്കാൾ ഐറ്റംസ് സാധനം എവിടെയാണോ കടത്തിക്കൊണ്ടുവരും. അതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഈ വർഷം തുടങ്ങിയിട്ട് ജനുവരി മുതൽ മാർച്ച് വരെ 1 കോടിയിലധികം വരുന്ന വിലപിടിപ്പുള്ള മയക്കുമരുന്ന് MDMA ഇവിടെ ഉപയോഗിച്ചു കഴിഞ്ഞു, വിറ്റ് കഴിഞ്ഞു, വിൽപ്പന നടത്തി കഴിഞ്ഞു. നമ്മൾ ചിന്തിക്കണം. ചെറിയ കുട്ടികളൊക്കെ കഴിഞ്ഞ ദിവസം നടന്ന കൊലപാതകമൊക്കെ നമുക്കറിയല്ലോ. ആ ഒരു വാപ്പ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വന്നിട്ട് മകന്റെ കബറിന് പോയി പൊട്ടിക്കരഞ്ഞ് എഴുന്നേറ്റിലാണ്. മൂത്ത മകനെ, ചെറിയ മകനെ കൊന്നത്. ആരോടാ പറയാ? അള്ളാഹു നമ്മുടെ കുടുംബത്തിലൊക്കെ സന്തോഷം, ഹൈറ്, ഈമാനിക ബോധം അള്ളാഹു നൽകുമാറാവട്ടെ. ദീനി ബോധം അള്ളാഹു നൽകുമാറാവട്ടെ. മക്കൾ അള്ളാഹു നന്നാക്കുമാറാവട്ടെ. ആ പിതാവ് പറഞ്ഞെന്തെന്നറിയോ? എന്റെ മോൻ നല്ല കുട്ടിയായിരുന്നു, പക്ഷെ എന്തോ ഒരു കൂട്ടുകെട്ട് വന്നുപോയോ എന്ന് എനിക്കറിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മക്കൾ കൂട്ടുകൂടുന്നത് ആരോടാണ്? അവിടെയാണ് ചതിപ്രയോഗം വരുന്നത്, ലഹരി വരുന്നത്. അപ്പോ ഒരു ദിവസം ഈ ലഹരി ഉപയോഗിച്ചാൽ പിറ്റേ ദിവസം അടങ്ങി നിൽക്കാൻ കഴിയൂല. അതിലേക്ക് ഇങ്ങനെ ബൊമ്പല് കൊള്ളും. അതുകൊണ്ടാണ് അബൂജഹലും അബൂ സുഫിയാനും ഇന്നലെ കേട്ട മുഹമ്മദിന്റെ ഓത്ത്
ഇന്നും കേൾക്കാൻ വേണ്ടിയിട്ട് അവസരം നോക്കി തപ്പിപ്പിടിച്ച് അവര് വന്നത്. ഇന്നലെ ഇരുന്ന അല്ലാത്ത സ്ഥലത്ത് മാറിയിരുന്നു ആരും കാണണ്ടെന്ന് വിചാരിച്ചിട്ട്. അന്നും പിരിഞ്ഞു പോകുന്ന സമയത്ത് പരസ്പരം കണ്ടു. നാം അബൂ സുഫിയാൻ അബൂജഹൽ അഹ്നസിനെയും കണ്ടിട്ട് പറഞ്ഞു, നമ്മളല്ലേ ഇന്നലെ പരസ്പരം കൈപിടിച്ചുകൊണ്ട് ഇനി വരില്ല എന്ന് പറഞ്ഞത്, വീണ്ടും ഇത് കേൾക്കാൻ വന്നോ? ആ സമയത്ത് അബൂ സുഫിയാൻ പറഞ്ഞ വാക്ക്, മുഹമ്മദ് ആണ് ഓതുന്നതെങ്കിലും ആ വരികൾ കേൾക്കുന്ന സമയത്ത് എന്തെന്നില്ലാത്ത മാധുര്യം എനിക്ക് അനുഭവപ്പെടുന്നു. എന്തെന്നില്ലാത്ത മാധുര്യം, വിശുദ്ധ ഖുർആനിന്റെ വരികൾ ഓതുന്ന സമയത്ത് എന്തെന്നില്ലാത്ത മാധുര്യം എനിക്ക് അനുഭവപ്പെടുന്നു. അത് തന്നെയാണ് അബൂജഹലിനും പറയാനുള്ളത്, അഹ്നസിനും പറയാനുള്ളത്. റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് ചെവിയിൽ പഞ്ഞി വെച്ചുകൊണ്ട് ഒരു ഖുറൈശിയായ മനുഷ്യൻ വന്നിട്ട്, തുഫൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന ഒരു ഖുറൈശിയാണ്. അയാൾ ചെവിയിൽ പഞ്ഞി തിരിയിട്ടാണ് സദസ്സിൽ വന്നത്. എന്തിന്? ഖുർആൻ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ റസൂലുള്ളാഹി തങ്ങളുടെ ഓത്ത് തുടങ്ങിയ സമയത്ത് ഇയാള് യാദൃശികമായി കാതിൽ നിന്നിങ്ങനെ ആ ചെവിയിൽ തിരികെ വെച്ചിരിക്കുന്ന പഞ്ഞി എടുത്തു മാറ്റിയ ആ ഓത്തിന്റെ മാധുര്യം കേട്ടിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മുഅ്മിനീങ്ങളെ, ഇത്തികാഫിന്റെ നിയത്ത് ആരും വെക്കാൻ മറക്കരുത്. ഈ സമയം വെറുതെ വരുന്നത്. റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിൽ നിന്നൊരു തോപ്പാണ് ഇൽമിന്റെ സദസ്സ് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ പറയുന്ന ഇൽമ് നിങ്ങൾ ആദ്യം കേട്ടെന്നെ ആയിക്കോ, പക്ഷെ ഫസ്റ്റ് വട്ടം കേൾക്കുന്നത് പോലെ നിങ്ങൾ ഇരിക്കുക. കൂലിണ്ടല്ലോ, പ്രതിഫലം പഠിച്ച റബ്ബ് തരും. അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ, ദോഷങ്ങളൊക്കെ പൊറുക്കുമാറാവട്ടെ. വിശുദ്ധ റമളാനിൽ ഇപ്പൊ നല്ല പുറത്ത് അല്ലെ ചൂടാണ്. അപ്പൊ ചൂട് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? റബ്ബ് നമുക്ക് പ്രതിഫലം കൂട്ടിത്തരും. നമ്മുടെയൊക്കെ മുമ്പുള്ള ഒരുപാട് കാലങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ ചിലപ്പോൾ എത്ര ചൂട് സഹിച്ചിട്ടുണ്ടാവില്ല. അപ്പോ അതിനനുസരിച്ച് കൂലി കുറയും. ചൂട് കൂടെ എത്രത്തോളം ത്യാഗം അനുഭവപ്പെട്ട് നമ്മൾ റമളാനിൽ നോമ്പ് എടുക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് അള്ളാഹു തരും. നമ്മുടെ കാരണവന്മാരൊക്കെ അള്ളാഹു ആഫിയത്ത് ദീർഘായുസ്സമാകട്ടെ. നോമ്പ് നോറ്റ് ഇല്ലെ, പ്രയാസമുണ്ട്, രോഗങ്ങളുണ്ട്, എല്ലാവരും പറയും സാറേ നോമ്പ് നോക്കാൻ വേണ്ടിയിട്ട് ആ തൗഫീഖിലെ ആരോഗ്യം അള്ളാഹു എല്ലാവർക്കും നൽകുമാറാവട്ടെ. നമ്മുടെ കാരണന്മാരൊക്കെ കൈപിടിക്കും, പറയുന്ന വാക്കതാ, നോമ്പ് നോൽക്കാനുള്ള ആഫിയത്ത് തരണേ, അള്ളാഹു എല്ലാവർക്കും നൽകുമാറാവട്ടെ. പടച്ച റബ്ബ് വിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവർ നമ്മളൊക്കെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നിങ്ങളിൽ നിന്നുള്ള ഒരാളാമി ചിലപ്പോ എന്റെ ദുആഇന് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരാൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂട്ടത്തിലുണ്ടാവും. കൂട്ടായി തോർക്കുമ്പോൾ മഹത്താണ്. പഠിച്ചോ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആമീൻ പറയുന്ന കൂട്ടത്തിൽ ഒരാളെ അള്ളാഹു ഇഷ്ടപ്പെട്ടുവെങ്കിൽ മൂപ്പർ ആമീൻ കൊണ്ട് എന്ത് ചെയ്യും? എല്ലാവരും ദുആ അള്ളാഹു സ്വീകരിക്കും. അതാണ് ജമാഅത്തിന്റെ ഒക്കെ പവിത്രത. അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയാണ്. റസൂലുള്ളാഹി തങ്ങള് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക്കിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ദുആ ഉണ്ടായിരുന്നു. എന്താ ദുആ? അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം اللهم اعز الاسلام بأحب هذين الرجلين. പടച്ച റബ്ബേ, അഇസ്സൽ ഇസ്ലാമ, ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണം റഹ്മാനേ. ബിഅഹബ്ബി الرجلين بأحب هذين الرجلين. മക്കയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന രണ്ട് പ്രമുഖരുണ്ടല്ലോ. ഒന്ന് ഉമർ ഇബ്നുൽ ഖത്താബ്, കേട്ടാൽ ആരും വിറച്ചു പോകും. മക്കയിലെ തെരുവോരങ്ങളിലൂടെ ഉമറങ്ങാനും നടന്നു പോയാൽ പ്രകമ്പനം കൊള്ളും, ആരും പേടിച്ചു പോകുന്ന ആളായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മറ്റൊരാളുണ്ടല്ലോ റബ്ബേ, ഹിശാം ഇബ്നു അംർ, അബൂജഹൽ. അയാളും അന്ന് മക്കയിലെ പ്രമുഖനാണ്, എല്ലാവരും അംഗീകരിക്കുന്ന ആളുമാണ്. ഈ രണ്ടിൽ ഒരാളെ നീ ഇസ്ലാമിലേക്ക് തരണം റഹ്മാനേ. റസൂലുള്ളാഹിന്റെ ദുആണ്. അങ്ങല്ലേ നമ്മളെ പ്രസ്ഥാനം, നമ്മൾ ചില ആളുകളെ കാണും വിചാരിക്കും അയാള് നമ്മുടെ സംഘടനയിലായിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു അല്ലെ. ചില ആളുകൾ കാണുമ്പോ മൂപ്പര് നമ്മളെ നാട്ടിലായിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു. കച്ചവടക്കാർ വിചാരിക്കെന്താ, ആ കച്ചവടക്കാരൻ നമ്മളെ കടയിൽ നിൽക്കുന്ന ആളാണെങ്കിൽ അല്ലെ, അങ്ങനെ എന്ത് ചെയ്യും? പരസ്പരം ആഗ്രഹിച്ചു പോകും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിച്ചു ഈ രണ്ടിൽ ഒരാള് മുസ്ലിം ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എപ്പോൾ റസൂൽ ദുആ. അങ്ങനെയാണ് ഒരു ദിവസം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മക്കയിലൂടെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് മുമ്പിൽ വന്നുകൊണ്ട് നുഐം ഇബ്നു അബ്ദില്ലാഹി എന്ന ആൾ പറഞ്ഞു, ഓ ഉമറേ, ഇത് കേട്ടോ, ഒരു വാർത്ത, ഒരു അത്ഭുതം നീ മനസ്സിലാക്കിയോ?
എന്താണത്? അഫലാ അദുല്ലുക അലാ അജബിൻ അന്ന ഖിൽതക സഈദ് ബിൻ സൈദ് വഅഖ്തക ഫാത്തിമത്ത് ബിൻതുൽ ഖത്താബ് ഖദ് അസ്ലമാ. ഉമറേ, നിന്റെ പെങ്ങളുണ്ടല്ലോ ഫാത്തിമ ബിൻത് ഖത്താബ്, ഖത്താബിന്റെ മകൾ ഫാത്തിമ, നിന്റെ സഹോദരി, നിന്റെ അളിയനുണ്ടല്ലോ സഈദ്, ഇവര് രണ്ടുപേരും മുസ്ലിമായ വിവരം നീ അറിഞ്ഞോ ഉമറേ? ഈ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു മുത്ത് റസൂലുള്ളാഹിനെ കണ്ണിൽ കണ്ടാൽ ദേഷ്യപ്പെടുന്ന ആളായിരുന്നു. കണ്ണ് കാണാൻ പറ്റില്ല റസൂലുള്ളാഹി. മുഹമ്മദ് എന്ന് വാക്ക് കേൾക്കുമ്പോഴേക്കും എന്തോ രണ്ട മുഹമ്മദ് ഇവിടെ ഉണ്ട്, വാള് കൊണ്ട് ഞാൻ വിട്ടും എന്ന രൂപത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട്. അത്രക്ക് ദേഷ്യമായിരുന്നു റസൂലുള്ളാഹി. അപ്പൊ ഒരാൾ മുസ്ലിമായി, തന്റെ കുടുംബത്തിൽ നിന്ന് മുസ്ലിമായി എന്ന് പറഞ്ഞാൽ പ്രമാണിയാകുന്ന ഉമർ റളിയല്ലാഹു അൻഹു സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പൊ പെങ്ങളും അളിയനും രണ്ടാളും മുസ്ലിമായി എന്നറിഞ്ഞ സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ ഈ പെങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു. പോയിട്ട് വാതിൽ മുട്ടി. ആ സമയത്ത് വീടിന്റെ ഉള്ളിലുണ്ട് ഖത്താബിന് ബിൻ അറസ് എന്ന സ്വഹാബി. എന്തിനാണ് ആ സ്വഹാബി വന്നത്? ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി. റസൂലുള്ളാഹി തങ്ങൾ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി മുസ്ലിമായവർക്കൊക്കെ സ്വഹാബികൾ നിശ്ചയിച്ചു കൊടുക്കും. ആ കൂട്ടത്തിൽ രഹസ്യമായി മുസ്ലിമീങ്ങളായ ഈ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങൾക്കും അളിയൻക്കും കൂടി ഹബ്ബാബിന് അറത്തിന് നിശ്ചയിച്ചു കൊടുത്തു, വീട്ടിൽ നിന്ന് രഹസ്യമായി ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി. അപ്പൊ ഹബ്ബാബിന് അറത്ത് ഈ വാതിലിന് മുട്ടുന്ന ശബ്ദം കേട്ട സമയത്ത് ഫാത്തിമ പറഞ്ഞു, നിങ്ങൾ ഒന്ന് ഒളിച്ചു നിൽക്കണം, ആരാന്നറിയില്ല, ഖുർആൻ നമ്മൾ ഇതുവരെ വീട്ടിന്റെ അകത്ത് നിന്ന് ഓതായിരുന്നു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു വാതിൽ മുട്ടി. ഫാത്തിമ വാതിൽ തുറക്കുക. ഈ സമയത്ത് ഫാത്തിമ ബിൻത് ഖത്താബ് അല്പം പേടിയോടെയാണെങ്കിലും കഥകൾ തുറന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉള്ളിലേക്ക് കയറിയിട്ട് ചോദിച്ചു, അല്ല, ഇവിടുന്ന് കേട്ട ശബ്ദം എന്തോ എന്നിങ്ങനെ ഓതുന്നത് കേട്ടല്ലോ, അതെന്താന്ന് വെച്ചു. ഈ സമയത്ത് സഹോദരിയായ പെങ്ങളാകുന്ന ഫാത്തിമയും അളിയനാകുന്ന സഹീറും പറഞ്ഞു, അത് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിച്ചത് നിങ്ങൾ കേട്ടായിപ്പോവും, എല്ലാ ഇപ്പൊ എന്താന്ന് ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, ഇവിടുന്ന് എന്താ ഓതിയത്? ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളാ, ഗൗരവമുള്ള ആളാ. ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അധികമൊന്നും നോക്കിയില്ല. അളിയനെ മുമ്പിൽ വെച്ച് ഒറ്റ ചവിട്ട്, ശക്തമായ ചവിട്ട് അളിയനെ പിടിച്ചിട്ട്. തടുക്കാമെന്ന പെങ്ങള് ഫാത്തിമ ബിൻത് ഖത്താബിന്റെ മുഖത്തേക്ക് ഒരൊറ്റ അടി. എത്രത്തോളം എന്നറിയോ? മുഖത്തിൽ നിന്ന് രക്തം പുരണ്ടുപോയി പെങ്ങളുടെ, ഫാത്തിമയുടെ. ആ രൂപത്തിലാ ഉമർ റളിയല്ലാഹു അൻഹു പെങ്ങളടിച്ചത്. എന്താ അവിടെ ഓതിയത് എന്ന് പറയുന്നത്? ഈ സമയത്ത് പെങ്ങൾ ഫാത്തിമ, അളിയനാകുന്ന സഈദ് രണ്ടുപേരും പറഞ്ഞു, റളിയല്ലാഹു അൻഹുമാ, അതേ ഉമറേ, നിനക്ക് രഹസ്യ വിവരം ലഭിച്ചിട്ടുണ്ടാവും, ഞങ്ങൾ രണ്ടുപേരും മുസ്ലിമായിരിക്കുന്നു. അല്ലാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ആ വാർത്ത ഏതായാലും ഞങ്ങൾ തുറന്നു പറയാം. ഞങ്ങൾ മുഅ്മിനീങ്ങൾ ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചിരിക്കുന്നു, മുഹമ്മദിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഈ സമയത്ത് ഉമർ ഇബ്നു ഖത്താബ് ഒന്ന് പരുങ്ങിയെങ്കിലും ഒന്ന് മയപ്പെട്ടുകൊണ്ട്, പെങ്ങളെയാണല്ലോ അടിച്ചത് അല്ലെ, സ്വന്തം പെങ്ങള്, ചോരയിൽ പിറന്നവരാകുമ്പം ചെറിയൊരു ദയ ഉണ്ടാവും. എത്ര അപ്പുറത്താണെങ്കിലും, നമ്മളെ പാർട്ടി പെട്ടവരല്ലെങ്കിലും നമുക്കുണ്ടാവും സ്വന്തം ചോര പിറന്ന ഒരു ദയ, ഒരു സ്നേഹം. ആ സ്നേഹം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പെങ്ങളോട് തോന്നി. പെങ്ങളാണല്ലേ അടിച്ചത്, വല്ലാത്ത സങ്കടമായി പോയി, ടെൻഷൻ വന്ന് ഖേദിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് രഹസ്യമായി ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹു, എല്ല ഫാത്തിമ, അറൂനി ഹാദൽ കിതാബ്, നിങ്ങൾ ഓതിക്കൊണ്ടിരുന്ന ഒരു ഗ്രന്ഥം, കിതാബ്, അതൊന്ന് കാണിച്ചു തരുമോ എന്ന് വെച്ചു. മുഹമ്മദ് നബിക്ക് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ കോപ്പി ഇവിടെ ഉണ്ടായിരിക്കാം, അതൊന്ന് കാണിച്ചു തരുമോ ഫാത്തിമ എന്ന് ഉമർ ഇബ്നു ഖത്താബ് ചോദിച്ചു, ദയോടുകൂടി ചോദിച്ചു. അപ്പം പെങ്ങൾ പറഞ്ഞു, ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, ശുദ്ധി വേണം അതിന്. ശുദ്ധി ഇല്ലാതെ നമ്മളെ വേദഗ്രന്ഥം തൊടാൻ നമ്മൾ ആരെയും അനുവദിക്കാറില്ല. ആദ്യം മുസ്ലിം ആവണം, അതാണ് ഒന്നാമത് ശുദ്ധി. 2 വുളൂ വേണം. ഈ 2 ശുദ്ധി ഇല്ലാതെ ഞങ്ങളെ വേദഗ്രന്ഥം തൊടാൻ ആരെയും അനുവദിക്കില്ല. മറ്റ് ചില മതഗ്രന്ഥങ്ങൾ ചിലപ്പോ എങ്ങനെയും ആർക്കൊക്കെ തൊടായിരിക്കും, പക്ഷെ ഖുർആൻ അങ്ങല്ലേ. ഖുർആൻ ചില ആളുകൾ
ഓതാടുക്കുമ്പോ എന്ത് ചെയ്യും? അത് വളരെ ശ്രദ്ധിക്കണം. നമ്മളെ ദുഷ്ടത്തിന്റെ താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ പിടിച്ച് എന്ത് ചെയ്യാൻ പാടില്ല, കൊണ്ടുപോകാൻ പാടില്ല. ഖുർആൻ പള്ളിയിൽ നിന്ന് എടുക്കുകയാണെങ്കിലും ഇങ്ങനെ നമ്മളെ ദുഷ്ടത്തിന്റെ താഴായില്ലേ, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഖുർആൻ എപ്പോഴും ഉയർത്തിപ്പിടിക്കുക, ഒന്നെങ്കിൽ ഹൃദയത്തിലേക്ക് ചേർത്ത് ഒന്നിച്ച് പിടിക്കണം. അതുപോലെ കുട്ടികളൊക്കെ മദ്രസ വിട്ടു വന്നാൽ ചിലപ്പോൾ ഉണ്ടാവും ബാഗില് ഖുർആൻ ഉണ്ടാവും. 2ാം ക്ലാസ്സിൽ കുട്ടിയൊക്കെ അത് അറിയില്ലല്ലോ, ഓല് കൊണ്ടുവന്നിട്ട് കസേരയേക്കാൾ ഇടും, അല്ലെങ്കിൽ വീട്ടിൽ കൊലായിലേക്കാൾ ഇടും, ഓല് കളിക്കാൻ പോയിണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മോനെ ഇത് ഖുർആനില്ലേ, അങ്ങനെ ഇടരുത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. കുട്ടികൾക്ക് ചെറുപ്പത്തിലെ ആ മര്യാദ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ വിശുദ്ധ ഖുർആൻ അത് എല്ലാവർക്കും ഉമറെ അങ്ങനെ തൊടാൻ പറ്റൂല എന്നാണ്. അബൂ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ വിശുദ്ധ ഖുർആൻ എനിക്ക് കാണണം, തൊടണം, അത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ എന്ത് ചെയ്യണം? മുസ്ലിമായി വുളൂ ചെയ്ത് അംഗസ്നാനം ചെയ്തു വന്നാൽ അത് തരാം. അങ്ങനെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ വിശുദ്ധ ഖുർആൻ ഓത്ത് കേൾക്കുകയും അതിൽ മനസ്സ് മാറുകയും മാനസാന്തരം വന്നുകൊണ്ട് പോകുന്നു. ഇലാ ഹദറത്തി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോയപ്പോൾ സ്വഹാബികളൊക്കെ സന്തുഷ്ടരായി, അവരൊക്കെ മാറി നിന്നു. അതാ ഉമർ ഇബ്നു ഖത്താബാണ്, മക്കയെ വിറപ്പിച്ച വീരപുലിയാണ് ഉമർ ഇബ്നു ഖത്താബ്. ഉമറാണ് കടന്നു വരുന്നത്. സ്വഹാബികളൊക്കെ മാറി റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ വന്നുകൊണ്ട് ഈ ഉമർ ഇബ്നു ഖത്താബ് പറഞ്ഞു, യാ മുഹമ്മദ്, എനിക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിത്തരണം, ഞാൻ മുസ്ലിം ആവുകയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഖുർആനിന്റെ മാസ്മരിക ശക്തി എന്ന് പറയുന്നത് അത്രക്ക് വലുതാണ്. രഹസ്യമായി ഖുർആൻ പഠിക്കുന്നവർ അതിന്റെ മാസ്മരിക ശക്തി അനുഭവിച്ചവരാണ്, അതിന്റെ മാധുര്യം ലഭിച്ചവരാണ്. അതുകൊണ്ടാണ് അത്തായ സമയങ്ങളിൽ പോലും മുഅ്മിനീങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അവരുടെ ഹൃദയത്തിന് ചാഞ്ചാട്ടം വരുന്നതും കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നതും അതുകൊണ്ടാണ്. നമ്മളെക്കാൾ പ്രായമുള്ള ആളുകൾ എത്ര ഖത്മുകളാ തീർക്കണമെന്നറിയോ റമദാനില്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എല്ലാ മാസവും 30 ഖത്മ് തീർക്കും. ഒരു ദിവസം ഒരു ഖത്മ് നിലക്ക് 30 ദിവസം കൊണ്ട് 30 ഖത്മ് തീർക്കും. റമദാൻ വരുമ്പോ റമദാനില് സാധാ പോലെ ഖുർആനെ പരിഗണിച്ചാൽ പോരല്ലോ, ഖുർആനിൽ വില നമ്മൾ കൽപ്പിക്കണല്ലോ ഖുർആന്റെ മാസത്തില്. അപ്പോ ഷാഫി ഇമാമ് ഡബിൾ 60 ഖത്മ് ഓതും റമദാനിൽ. നമുക്കതൊന്നും കഴിയില്ല. നമുക്ക് 10ഉം കഴിയില്ലെങ്കിൽ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നമ്മൾ ഓതാം. നമ്മുടെ കാരണന്മാരൊക്കെ 8, 9, 10 ഒക്കെ ഓതുന്നവരുണ്ട്. ബിച്ചാജി കഴിഞ്ഞ 2 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു, ഉള്ളാൽ തങ്ങള് മഹാനവറുകള് 9 ഖത്തമെങ്ങാനും ഓതാറുണ്ട് അല്ലെ, 9-10 ഖത്തമെങ്ങാനും ഒരു ദിവസം ഓതാറുണ്ടെന്ന് ഞാൻ കേട്ടതിന് ശേഷം ഞാനും കഴിഞ്ഞ വർഷം വരെ അത്ര ഓതാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അള്ളാഹു ഇനിയും ആ തൗഫീഖ് കയറ്റി കൊടുക്കുമാറാവട്ടെ. ഞാൻ എന്റെ കണ്ണ് തള്ളിപ്പോയി. നമുക്കൊന്നും അത്ര കയ്യല്ല അല്ലെ. എത്ര ഖത്മുകളാണ് നമ്മുടെ കാരണന്മാർ. അള്ളാഹു അവർക്ക് കണ്ണിന് പവർ കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കാരണന്മാർക്കൊക്കെ അള്ളാഹു ആഫിയത്ത്, ദീർഘായുസ്, ഖുർആൻ ഓതാനുള്ള കാഴ്ച ശക്തി അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ഖത്മ് പോലും തീർക്കാത്തൊരവസ്ഥ റമദാൻ കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായോ? അള്ളാഹു ആഖിറത്തിൽ വന്നിട്ട് ഖുർആൻ പറയും, റബ്ബേ ഇന്ന ഇറക്കിയ മാസം റമദാൻ വന്നിട്ട് പോലും അവനക്ക് ഒരു ഖത്മ് ഓതാൻ കഴിഞ്ഞില്ല എന്ന് ഖുർആൻ വേവലാതിപ്പെട്ട എന്താ മക്കളെ? നമുക്ക് നാളെ ഖബറിൽ കിടക്കുമ്പോഴും ആഖിറത്തിലും നമുക്ക് സ്വന്തം രക്ഷപ്പെടാൻ കഴിയുന്ന ആരും വിചാരിക്കണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും സഹാബികളോട് പറഞ്ഞു, സഹാബികളെ, ഞാൻ പോലും എന്റെ സ്വന്തം അമലുകളെ കൊണ്ട് രക്ഷപ്പെടില്ല, അള്ളാന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ. റഹ്മത്തിന്റെ പത്താണിത്. അള്ളാന്റെ റഹ്മത്തില്ലെങ്കിൽ ഞാൻ പോലും രക്ഷപ്പെടുകയില്ല. അപ്പൊ നമ്മളൊക്കെ ഞാൻ ഇത്ര നിസ്കരിക്കാറുണ്ടായിരുന്നു, ഇത്ര ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആഖിറത്തിൽ റബ്ബിന്റെ മുമ്പിൽ ഓന്റെ റഹ്മത്തില്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. റബ്ബെ എന്റെ അമല് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തി തന്നാ മതി എന്നൊരാൾ പറഞ്ഞ സമയത്ത് അയാൾ അമലൊക്കെ ചൂയിന്ന് പരിശോധിച്ചു നോക്കുമ്പോ സ്വഹീഹായ ഒന്നുമില്ല, സ്വീകരിക്കാൻ പറ്റിയ ഒന്നുമില്ലായിരുന്നു. നരകത്തിലേക്ക് ഇടേണ്ട അവസ്ഥ അതാണ്. 2 ആളുകള് നാളെ ആഖിറത്തിലുണ്ടാവും. അതിൽ ഒരാൾക്ക് അമല് തൂക്കി നോക്കുന്ന സമയത്ത് നല്ലതാണെന്ന് പറയാൻ പറ്റിയ അമലുകൾ ഒന്നുകൂടി കിട്ടിയാൽ അയാൾക്ക് സ്വർഗത്തിൽ പോവാം മീസാനിൽ തൂക്കുന്ന സമയത്ത്. മറ്റേ ആൾക്കാണെങ്കിലോ കുറഞ്ഞ അമലുകളെ ഉള്ളൂ. അപ്പൊ ഈ കുറഞ്ഞ അമലുള്ള വ്യക്തി പടച്ചോനോട് പറയും, റബ്ബേ ഞാൻ ഏതായാലും പോക്കാം, എന്റെ കാര്യം പോക്കാം. പക്ഷേ മറ്റേ ആൾക്ക് ഒരു അമല് കിട്ടിയാൽ അയാൾ സ്വർഗത്തിൽ പോവാം. പടച്ചോനെ എന്റെ അമലുകളിൽ നിന്നുള്ള ഒരു അമലെടുത്തിട്ട് മൂപ്പരെ കൊടുത്തിട്ട് മൂപ്പരെ സ്വർഗത്തിൽ കടത്തുക എന്ന് പറയും. അപ്പൊ പടച്ചോന്റെ സന്തോഷം എത്ര ഉണ്ടാവുക നോക്കി.
ചില ആളുകൾ ദുനിയാവിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ, സ്വന്തം ഒന്നിനും കൈയില്ലെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾ. അങ്ങനത്തെ പോലെ റബ്ബ് രക്ഷപ്പെടുത്തും. നമ്മൾ ചിന്തിക്കണം, അങ്ങനത്തെ മനസ്സുള്ള പോലെ സ്വന്തം കാര്യം നടന്നില്ലെങ്കിലും മറ്റുള്ളവരെ കാര്യം നടത്താൻ വേണ്ടി നടക്കുന്ന ആളുകളുണ്ട്. അതുപോലെ നല്ല മനസ്സുള്ള ആളുകളാണ്. അപ്പൊ റബ്ബ് ഈ മനുഷ്യന്റെ ചിന്ത കണ്ടിട്ട് റബ്ബ് പറയും, മലക്കുകളെ ഈ രണ്ടുപേരെയും നിങ്ങൾ സ്വർഗത്തേക്ക് കടത്തിക്കൊള്ളൂ. അല്ലാഹുവിന്റെ റഹ്മത്ത് അത്രത്തോളമാണ്. ശഫീഉനാ റസൂലുള്ളാഹി. കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ അപ്പുറത്ത് അഗ്നി ആളിക്കത്തുകയാണ്. സ്വഹാബികളും റസൂലുള്ളാഹി തങ്ങളും ഇരിക്കുമ്പോൾ റസൂൽ ചോദിച്ചു, സ്വഹാബികളെ, ഈ കുട്ടിനെടുത്തിട്ട് ആ പെണ്ണ് ആ തീക്കിടുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വെച്ച്? ആളിക്കത്തുന്ന തീയിലേക്ക് ആ പെണ്ണ് ആ കുട്ടിനെട്ടോ? സ്വഹാബികൾ പറഞ്ഞു, നബി എങ്ങനെ അത്രയ്ക്ക് സ്നേഹം, കുട്ടി ഇങ്ങോട്ട് വരുമ്പോഴേക്കും വാരി എടുത്തിട്ട് ചുംബിക്കണ് ആ പെണ്ണ്, ഉമ്മാന്റെ സ്നേഹം. ആ പെണ്ണെങ്ങനെ നബിയെ ആ തീയിലേക്ക് ആ കുട്ടീനെടുക? എന്നാൽ സ്വഹാബികളെ, ഇതിനേക്കാൾ എത്രയോ 10 മടങ്ങ് സ്നേഹമാണ് പടച്ച റബ്ബിന് നമ്മളോടുള്ളത് എന്ന് ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ 10 പ്രവർത്തിച്ച റബ്ബേ, നിന്റെ റഹ്മത്ത് ലഭിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനേ. 110 ലോകത്ത് അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു റഹ്മത്ത് മാത്രമാണ് ഈ ദുനിയാവിലേക്ക് അല്ലാഹു തആല ഇറക്കിയിട്ടുള്ളത്. 100 റഹ്മത്ത് സൃഷ്ടിച്ചതിൽ ഒരു റഹ്മത്ത് മാത്രമാണ്. ആ കരുണയും സ്നേഹവുമാണ് സൃഷ്ടികൾ പരസ്പരം കാണിക്കുന്നത്. ബാക്കി 99 റഹ്മത്ത് അല്ലാഹു ആഖിറത്തിൽ അവൻക്ക് വഴിപ്പെട്ട് ജീവിച്ച ആളുകൾക്ക് മുഅ്മിനീങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണെന്ന് സ്വാദിഖുൽ മസ്തൂഖ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മുടെയൊക്കെ ഈമാൻ തഖ്വയും ഇഖ്ലാസും ഏറ്റിത്തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ഖുർആൻ സാധിക്കുന്ന രൂപത്തിൽ നമ്മൾ ഓതുക. എത്രത്തോളം നമുക്ക് ഓതാൻ കഴിയുക അത്രത്തോളം നമ്മൾ ഓതിക്കൊണ്ടിരിക്കുക. റോമക്കാരും പേർഷ്യക്കാരും മുമ്പ് ഒരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ പേർഷ്യക്കാര് എന്ന് പറഞ്ഞാൽ ബഹുദൈവ ആരാധകരാണ്, ബിംബങ്ങളെ ആരാധിക്കുന്നവരാണ്. റോമൻ ജനങ്ങൾ എന്ന് പറഞ്ഞാലോ അവർ വേദത്തിന്റെ ആളുകളാണ്, ക്രിസ്ത്യാനികളാണ്. അപ്പൊ വേദത്തിന്റെ ആളുകളൊക്കെ മുസ്ലിമീങ്ങളെ സഹോദരന്മാരെ പോലെയും ബഹുദൈവ ആരാധകരൊക്കെ ബിംബത്തിന്റെ ആളുകൾ മുശ്രിക്കീങ്ങളായിട്ടും കണക്കാക്കപ്പെടുന്ന കാലത്ത് ഈ ഖുറൈശികളായ ആളുകൾ പറഞ്ഞു മുസ്ലിമീങ്ങളോട്, ഈ കാണുന്ന റോമക്കാരും പേർഷ്യക്കാരും യുദ്ധം നടത്തുന്ന സമയത്ത് പേർഷ്യക്കാരാണ് ആദ്യം ജയിച്ചത്. ഇത് കണ്ടപ്പോൾ ഖുറൈശികൾ പറഞ്ഞു മുസ്ലിങ്ങളോട്, ഞങ്ങളെ സഹോദരന്മാരും യുദ്ധം ചെയ്തിട്ട് ഞങ്ങളെ സഹോദരന്മാര് ജയിച്ചില്ലേ, അതുപോലെ നാളെ നിങ്ങളും ഞങ്ങളും യുദ്ധം നടക്കുമ്പോൾ ഞങ്ങൾ ജയിക്കുമെന്ന് ഖുറൈശികൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു വന്ന്. പേർഷ്യക്കാര് ജയിച്ചത് കണ്ടപ്പോൾ അവർ മീൻപടക്കി ആ മക്കയുടെ തെരുവിലൊക്കെ കൊട്ടിഘോഷിച്ചു ഇവരുടെ വിജയം, പേർഷ്യക്കാരുടെ വിജയം. മുസ്ലിമീങ്ങളും നാളെ ഇതുപോലെ വേദക്കാര് പരാജയപ്പെട്ടതുപോലെ റോമക്കാര് പരാജയപ്പെട്ടതുപോലെ പരാജയപ്പെടുമെന്ന് അവര് കിംവദന്തി പരത്തിയ സമയത്ത് മുസ്ലിമീങ്ങളുടെ മനസ്സിൽ വല്ലാത്ത വേദന വന്നുപോയി. ആ സമയത്ത് ഖുർആൻ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. സൂറത്തുർ റൂം വിശുദ്ധ ഖുർആനിൽ പറയുന്നു, അലിഫ് ലാം മീം വലിബദിർ റൂം ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. ഒരു പ്രഖ്യാപനമായിരുന്നു ഖുർആന്റെ. ഇന്നും അമേരിക്ക അടക്കമുള്ള രാഷ്ട്രം ഈ ആയത്ത് വളരെ വിസ്മയത്തോടെ നോക്കുകയാണ്. ഖുർആന്റെ പ്രഖ്യാപനമാണ്. ഖുർആനിൽ പടച്ച റബ്ബ് പറഞ്ഞു, റോമക്കാർ ഇപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും അധിക വർഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് റോം വിജയിക്കും, പേർഷ്യക്കാര് പരാജയപ്പെടും. ഖുർആൻ വെല്ലുവിളി. സൂറത്ത് റോം അലിഫ് ലാം മീം ഒലിബത്തിൽ റോം. ഇപ്പോൾ റോം പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും അധിക വർഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് റോം വിജയിക്കുന്നു. ചരിത്രം കാണാം. ചരിത്രത്തിൽ AD 628 പേർഷ്യയുടെ റോമിന്റെ ഒരുപാട് സ്ഥലങ്ങൾ പേർഷ്യ കീഴടക്കിയിട്ടുണ്ടായിരുന്നു അക്കാലയളവിൽ. ഈ 2 രാഷ്ട്രങ്ങളും ഒരുപാട് വ്യവസായത്തിൽ മുൻപന്തിയിലുള്ള രാഷ്ട്രങ്ങളായിരുന്നു. അങ്ങനെ AD 628 നടന്ന യുദ്ധത്തിൽ റോം ഈ പേർഷ്യയെ പരാജയപ്പെടുത്തി, അമ്പയെ പരാജയപ്പെടുത്തി. പിന്നീട് ഇവർക്ക് ജയിച്ചടക്കാൻ കഴിഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം 9 വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ റോം വിജയിച്ചു. ഇതാണ് ശാസ്ത്രീയ വശങ്ങൾ അടങ്ങുന്ന വിശുദ്ധ ഖുർആനിന്റെ മാധുര്യം. മറജൽ ബഹ്റൈനി
വിശുദ്ധ ഖുർആനിലെ മറ്റൊരു ആയത്താണ് ശുദ്ധിയുള്ള നല്ല കലർപ്പില്ലാത്ത തെളിഞ്ഞ വെള്ളവും മറ്റൊരു ഭാഗത്ത് ഉപ്പ് രുചിയുള്ള വെള്ളവും ഇത് രണ്ടും വന്നാൽ അത് രണ്ടിന്റെയും ഇടയിലും പടച്ചറപ്പ് മറയിട്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. ഉപ്പ് രുചിയുള്ള വെള്ളവും തെളിഞ്ഞ വെള്ളവും നോക്കുമ്പോൾ അത് രണ്ടും കൂട്ടിക്കലർത്തിയാൽ കൂടിക്കലരില്ല. വെള്ളം കടലിലാണെങ്കിലും മറ്റും റബ്ബ് അതിന്റെ ഇടയിൽ മറ വെച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. ശാസ്ത്രം ആദ്യ കാലഘട്ടത്തിൽ പറഞ്ഞു, എങ്ങനെ വെള്ളം ഉപ്പുവെള്ളവും ഇതും കൂടിക്കലരുമല്ലോ. ഈ അടുത്ത് നടന്ന പഠനത്തിൽ കണ്ടെത്തി, ഈ ഉപ്പുവെള്ളവും തെളിഞ്ഞ വെള്ളവും നോക്കുമ്പോൾ കടലിൽ തന്നെ വ്യത്യാസം, രണ്ടും രണ്ട് നിലയിൽ വേറിട്ട് നിൽക്കുന്നു, രണ്ടും കൂടി ചേരുന്നില്ല, മറയായി നിൽക്കുന്നു എന്ന് ശാസ്ത്രം കണ്ടെത്തി. വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, എത്ര തെളിവുകളാണ്, എത്ര ആയത്തുകളിലാണ് ശാസ്ത്രലോകം വിശുദ്ധ ഖുർആൻ മുട്ടുകുത്തിയത്. ഞാൻ അതിലേക്ക് കടക്കുകയല്ല. അള്ളാഹു ആ ഖുർആൻ അറിഞ്ഞി അതിന്റെ ഫളില് മഹത്വം മനസ്സിലാക്കി നമ്മൾ ഓതുമ്പോ അതിന് കൂലുണ്ടല്ലോ, അതിന്റെ പവർ നമ്മൾ മനസ്സിലാക്കണല്ലോ. അത്ര എല്ലാ ശാസ്ത്രവും വിശദമായി പറഞ്ഞതാണ് ഖുർആൻ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മക്കളെ ഖുർആൻ നിങ്ങൾ ഓതുക. ഖുർആൻ ഓതുന്ന മുഅ്മിനായ മനുഷ്യൻ ഓറഞ്ച് പോലെയാണ്, അവൻ ഓറഞ്ച് പോലെയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഖുർആൻ കയ്യിൽ കിട്ടിയിട്ടും ഓതാത്ത മനുഷ്യനോ അവൻ ഈത്തപ്പഴം പോലെയാണ്, ഈത്തപ്പഴം പോലെയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഓറഞ്ചിന്റെ പ്രത്യേകത? നമ്മളൊക്കെ ഇപ്പം ഓറഞ്ച്, നാരങ്ങ ധാരാളം വാങ്ങും. റമദാനാണ്. വത്തക്ക, ഓറഞ്ച്, ആപ്പിൾ ഇതൊക്കെ വളരെ ചിലപ്പം വിലക്കയറ്റം ഈ മാസത്തിൽ നടക്കുന്നതാണ്. എന്നാൽ നമ്മൾ ചിന്തിക്കണം, മാങ്ങ നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് ഇപ്പൊ കുറഞ്ഞു വരാണ്. കഴിഞ്ഞ റമദാൻ, മുമ്പ് റമദാൻ എടുത്തു നോക്കിയാൽ സുലഭമായി നമ്മുടെ നാട്ടിലൊക്കെ കിട്ടിയിരുന്ന കായ്കനി ഈ മാങ്ങ അതിപ്പോ കുറഞ്ഞു വരാണ്. ഈ കാലത്ത് പുറത്ത് നിന്ന് ഇറക്കുമതി ചെയ്യാണ് അത്ര മാങ്ങ ഏറ്റവും കൂടുതൽ. അപ്പം വരും റമദാനിലും അതിനുമ്പൊക്കെ ഈ മാങ്ങയുടെ കാലം വരെ അസ്തമിച്ചു പോകുമെന്ന് നമ്മൾ സംശയിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു പരീക്ഷണം പടച്ചറപ്പേ ഞങ്ങൾക്ക് ഈ നൽകരുത് റഹ്മാനെ. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അവസാന കാലഘട്ടത്തിൽ ഫലങ്ങൾ മാങ്ങയാണെങ്കിലും ചക്കയാണെങ്കിലും ഒക്കെ റബ്ബ് കുറച്ചുകൊണ്ട് പരീക്ഷിക്കുന്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നോമ്പ് നോൽക്കാനും തുറക്കാനും ആവശ്യമായ കായികനികൾ, വിഭവങ്ങളൊക്കെ ദാരിദ്ര്യമില്ലാതെ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ ഈത്തപ്പഴം പോലെയാണ് വിശുദ്ധ ഖുർആൻ ഓതാത്ത മനുഷ്യൻ. ഓറഞ്ചിന്റെ പ്രത്യേകത എന്താണ്? അത് നല്ല വാസനയാണ്. പൊളിക്കുമ്പോഴേക്കും അതിന്റെ ഒരു ഗന്ധം നമ്മുടെ മൂക്കിലേക്ക് അടിക്കും. അതിന് പുറമെ മധുരമുള്ള ഓറഞ്ചിനെ സംബന്ധിച്ചോളം തിന്നുമ്പോൾ അത് വേറൊരു മധുരമാണ്. ഇതുപോലെയാണ് ഖുർആൻ ഓതുന്ന മുഅ്മിൻ. അവൻക്ക് എന്തെന്നില്ലാത്ത ഈമാനിന്റെ മാധുര്യമുണ്ട് അതിന് പുറമെ അവന്റെ ഹൃദയം ഓറഞ്ച് പോലെ മധുരമുള്ളതാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈത്തപ്പഴോ അത് പുറത്തേക്ക് അതിന്റെ സ്മെല്ലില്ല, നല്ല ഗന്ധല്ല. അതുപോലെയാണ് ഓതാതെ നടക്കുന്ന മനുഷ്യന്മാർ. ഉള്ളിൽ മാധുര്യം, ഈമാനിന്റെ മാധുര്യമെങ്കിലും പുറത്ത് ഓതുന്നില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒരുപാട് ഖുർആൻ ഓതാൻ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് ഹൃദയം നന്നാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സ്വഹാബികളെ, ഹൃദയങ്ങളൊക്കെ ഒരുമിച്ച് പോകും. ഏതുപോലെ എന്നറിയോ? നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഇരുമ്പ് വെള്ളം തട്ടിയാൽ ഒരുമിച്ച് പോകാറില്ലേ? ഇരുമ്പ് നുരുമ്പിക്കുന്നത് പോലെ നമ്മുടെയൊക്കെ ഹൃദയം നുരുമ്പിച്ചു പോകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സമയത്ത് സഹാബികൾ ചോദിച്ചു, വമാ ജിലാറുഹാ, എന്താണ് നബിയെ അത് സ്ഫുടം ചെയ്ത് ആ ഇരുമ്പ് നുരുമ്പിക്കുന്ന സമയത്ത് അതിനെന്തെങ്കിലും മരുന്ന് ഉപയോഗിച്ചാൽ അത് നീക്കം ചെയ്യാൻ സാധിക്കും? അതുപോലെ ഹൃദയത്തിന് തുരുമ്പ് പിടിച്ചാൽ അത് നീക്കം ചെയ്യാനുള്ള മരുന്ന് ഏതാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ച സമയത്ത് തങ്ങൾ പറഞ്ഞു, രണ്ട് മരുന്നാണ് സ്വഹാബികളെ ഉള്ളത്. ഒന്ന് ദിക്റുൽ മൗത്ത്, മരണത്തെ കുറിച്ച് ഓർക്കുക. രണ്ട് തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുക. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക.
ശുദ്ധിക്കുക. നമ്മുടെ മനസ്സ് ശുദ്ധിയാകും. ഹൃദയത്തിന് വരുന്ന നുരുമ്പ് അവസാനിക്കുന്നതാണ്. നമ്മളൊക്കെ മനസ്സ് ഉടനെയാണെങ്കിൽ ഖുർആൻ ഇടയ്ക്കിടെ ഓതിക്കൊണ്ടിരിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ദീർഘമായി സംസാരിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസൈബ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു ഒരിക്കലും വീട്ടിൽ നിന്ന് ഇങ്ങനെ ഖുർആൻ ഓതുകയായിരുന്നു. ബൈനമാ ഹുവ യഖറഉ മിനൽ ലൈലി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ ഇങ്ങനെ ഓതായിരുന്നു ഈ സ്വഹാബി ഉസൈദ് ഇബ്നു ഹുദൈർ എന്ന് പറയുന്ന സ്വഹാബി. ആ സമയത്തുണ്ട് ഫർസുഹു മർബൂതത്തുൻ ഇൻദഹു, അദ്ദേഹത്തിന് സഞ്ചരിക്കുന്ന കുതിര വീടിന്റെ മുറ്റത്ത് കെട്ടിയിട്ടുണ്ട്. ഇയാൾ സൂറത്തുൽ ബഖറ ഇങ്ങനെ ഓതാ. ഈ സ്വഹാബി കുതിരനെ പുറത്ത് കെട്ടിയിട്ടിട്ടുണ്ട്. ഇത് ജാലത്തിൽ ഫർസു, അപ്പോണ്ട് കുതിര ഇങ്ങനെ ചാടിക്കളിക്കണം. സൂറത്തുൽ ബഖറ ഓതുമ്പോ കുതിര ചാടിക്കളിക്കുന്നു. ഇത് നിർത്തുമ്പോ ഫസക്കത ഫസകനത്തിൽ ഫർസു, ഓത്ത് നിർത്തുമ്പോ അതാ കുതിര അടങ്ങിക്കുക. പിന്നെ ഓതുമ്പോ പിന്നെയും ചാടിക്കളിക്കാം. ഇതിങ്ങനെ ഉസൈദ് കണ്ട സമയത്ത് വക്കാന ഇബ്നുഹു യഹിയ ഖരീബൻ മിൻഹ, ഇയാളെ മകന് യഹിയ തൊട്ടടുത്ത് ഈ കുതിരന്റെ അടുത്തുണ്ട്. അപ്പൊ ഈ കുതിര കണ്ട് ചാടിയിട്ട് കുട്ടിന്റെ മേത്തേക്ക് എടുക്കുവോ എന്ന് വിചാരിച്ചിട്ട്, മേക്കൊക്കെ ചാടുവോ എന്ന് വിചാരിച്ചിട്ട് ഈ ഉസൈദ് ബിൻ ഹുദൈർ എന്ത് ചെയ്തെന്നറിയോ, ഓടി വന്ന് കുട്ടിനെ എടുക്കാൻ വേണ്ടി വന്നു. അപ്പൊ കുട്ടിയുണ്ട് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോ ഈ ഉസൈദ് പെട്ടെന്ന് ആകാശത്തേക്ക് നോക്കിയ സമയത്തുണ്ട് ഹദീസിൽ കാണാം ഒരു മേഘത്തിനുണ്ടാകും തണല് പോലെ ഒരു തണലിങ്ങനെ അവിടെ ഇങ്ങനെ കാണാം. അവിടേക്ക് നോക്കിയ സമയത്ത് നമ്മുടെ വിളക്കുകളുടെ വെളിച്ചം ഉണ്ടാവുന്നത് പോലെ ഒരു വെളിച്ചം അവിടെ ഇങ്ങനെ കാണാം. ചില ആളുകളൊക്കെ അല്ലെ വെളുത്ത വസ്ത്രം ഇട്ട ആളുകൾ നിൽക്കുന്നത് പോലെ ചില രൂപങ്ങളൊക്കെ അവിടെ ഇങ്ങനെ കാണാൻ ഈ ഉസൈദ്. ഈ സമയത്ത് ഉടനെ തന്നെ ഈ ഉസൈദ് റളിയല്ലാഹു അൻഹു പോകുന്നു ഇലാ ഹദറത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളോട് പോയി പറഞ്ഞു, നബിയെ ഞാനിങ്ങനെ സൂറത്തുൽ ബഖറ ഓതായിരുന്നു, എന്റെ മകൻ യഹിയന്റെ അടുത്തുണ്ടായിരുന്നു, കുതിരന്റെ അടുത്തുണ്ടായിരുന്നു, ഓതുമ്പോ ഇങ്ങനെ ചാടിക്കളിച്ച് കുട്ടിനെ പേടിച്ചിട്ട് ഞാൻ എടുക്കാൻ പോയപ്പോ ഇങ്ങനെ ഒരു സംഭവം കണ്ട് ആകാശത്തേക്ക് നോക്കിയപ്പോ അപ്പം റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ഉസൈദേ വതദ്രി മാ ദാക, അതെന്താ നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ പറഞ്ഞില്ല, നമുക്ക് മനസ്സിലായിട്ടില്ല നബിയെ. ഖാല തിൽക്കൽ മലായികതു ദനത് ലിസൗതിക വലൗ ഖറഅത ലഅസ്ബഹത യൻദുറു الناس ഇലൈഹാ ലാ തതവാറാ മിൻഹും. ഉസൈദേ, ആ കണ്ടത് അല്ലാഹുവിന്റെ മലക്കുകളാണ്. ആകാശത്ത് നീ നോക്കിയപ്പോൾ കണ്ട വെളിച്ചം അല്ലാഹുവിന്റെ മലക്കുകളാണ്. നിന്റെ ഓത്ത് കേട്ടിട്ട് അത് കേൾക്കാൻ വേണ്ടി ആകാശ ലോകത്ത് നിന്ന് വന്ന മലക്കുകളാണത്. നീ സുബഹി വരെ സൂറത്തുൽ ബഖറ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഉണ്ടാകും. ആളുകളൊക്കെ ഓർക്കും കാണാമായിരുന്നു. ജനങ്ങളൊക്കെ കൂടിയാൽ അവർക്കും ആ കാഴ്ച കാണാമായിരുന്നു. പക്ഷെ നീ ഓത്ത് നിർത്തിയപ്പോ അത് പോയി. അത് കണ്ടിട്ടാണ് നിന്റെ കുതിര ചാടിക്കളിച്ചത് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ട് നമ്മുടെ മയ്യത്ത് കട്ടിലിൽ വെച്ച് കൊണ്ടുപോകുന്ന സമയത്ത് നല്ല മയ്യത്ത് പറയും, പെട്ടെന്ന് കൊണ്ടുപോയി വെക്കൂ, എനിക്ക് എന്തൊക്കെ സന്തോഷങ്ങളാണ് റബ്ബിൽ നിന്ന് ലഭിക്കാനുള്ളത്, വേഗം കൊണ്ടുപോയി കബറടക്കിക്കോളൂ നിസ്കരിച്ച് എന്ന് മുഅ്മിനായ മനുഷ്യൻ പറയുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറയുന്നത് നാൽക്കാലികൾ കേൾക്കുന്നതാണ്. അവരുടെ കാതിന് അല്ലാഹു അതിന്റെ ശക്തി കൊടുത്തിട്ടുണ്ട്, നമ്മൾ കേൾക്കുകയില്ല. അതുകൊണ്ടാണ് ഖബറിൽ നടക്കുന്ന ശിക്ഷ കണ്ടിട്ട് മൃഗങ്ങൾ പോലും പേടിച്ച് വാവിട്ട് കരയുന്നത്. അതാണ്, താൽക്കാലികൾക്ക് അത് കേൾക്കാൻ കഴിയും, മനുഷ്യന്മാർക്കുള്ള ശക്തി പടച്ചോൻ തന്നിട്ടില്ല. അതാണ് ചില സുനാമികളൊക്കെ നടക്കുന്ന സമയത്ത് മൃഗങ്ങൾ ഒഴിഞ്ഞു പോകും. നമ്മുടെ മേപ്പാടി ദുരന്തം ഉണ്ടായ സമയത്ത് ആനകളൊക്കെ നാടുവിട്ട് കയറിപ്പോയിരുന്നു എന്നാണ്. അതെന്താ, ആ ജീവികൾക്ക് അതിന്റെ വിവരം കിട്ടും, അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ശബ്ദം കേൾക്കുകയും ചെയ്യും അവര്. പക്ഷെ നമുക്കത് മനസ്സിലാവില്ല, മനുഷ്യർക്ക് അതിന് ശക്തി അത് കൊടുത്തിട്ടില്ല. അപ്പൊ ഈ ഖുർആൻ ഓതുമ്പോ നമ്മൾ മനുഷ്യന്മാരാരും കേട്ടിട്ടില്ലെങ്കിലും ഇത് കേൾക്കാൻ വേണ്ടി മലക്കുകൾ വരും. നമ്മൾ ഒടുന്നു ഓതിയാലും ഓരോ സാന്നിധ്യം ഉണ്ടാവും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അള്ളാഹു ഒരുപാട് ഓതാൻ മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരുപാട് മഹത്വം വിശുദ്ധ ഖുർആനെ പറ്റി പറയാറുണ്ട്. പ്രത്യേകിച്ച് തബാറക സൂറത്ത് നമ്മൾ എന്നും ഓതേണ്ട സൂറത്താണ് സൂറത്ത് തബാറക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, തബാറക ആരെങ്കിലും ഒരു ദിവസം ഓതിയാൽ അത് മുൻജിയത്താണ്. മുൻജിയത്ത്
ഖബറിൽ അവൻക്ക് ശിക്ഷയുണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അവൻക്ക് ഖബറിൽ ശിക്ഷ ഉണ്ടാകും. 30 ആയത്തെ തബാറക്കുള്ളൂ. മറ്റൊരു സൂറത്താണ് സൂറത്തുൽ വാഖിയ. ഈ സൂറത്തുൽ വാഖിയ ഓതിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അവൻക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ മരിക്കാൻ കിടക്കുന്ന കടപ്പിൽ മരണക്കടക്കിൽ ഇങ്ങനെ ആയപ്പോ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിന്റെ അടുത്ത് നിന്നിട്ട് ഒരു പണത്തിന്റെ കീയാട് കൊടുത്ത്, ആര്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അന്ന് ഖലീഫയാണ്. എന്ത് പറഞ്ഞു? മസ്ഊദ് റളിയല്ലാഹു അൻഹു, നിങ്ങൾക്ക് പെൺകുട്ടികളല്ലേ ഉള്ളത്, നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കൊക്കെ ഉപകാരപ്പെടുമല്ലോ എന്നിട്ടൊരു പണത്തിന്റെ കീയാട് കൊടുത്തു. അപ്പോ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു സന്തോഷത്തോടെ ഉമർ അത് വേണ്ട തിരിച്ചു കൊടുത്തു. കാരണം എന്റെ മക്കൾക്ക് അതിന്റെ ആവശ്യം വരൂല. കാരണം എന്റെ മക്കള് ആരാന്നറിയോ, ഞാൻ അവർക്ക് സൂറത്തുൽ വാഖിയ ചെറുപ്പം മുതൽ പഠിപ്പിച്ചതാണ്. ഒരു ദിവസം പോലും വിടാതെ എന്റെ പെൺകുട്ടികൾ സൂറത്തുൽ വാഖിയ ഓതാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, സൂറത്തുൽ വാഖിയ എന്നും ഓതിയാൽ ദാരിദ്ര്യം അവർക്ക് എത്തുകയില്ല, ദാരിദ്ര്യം പിടിപെടുകയില്ല. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. വിശ്വസിക്കുന്ന ആളാ ഞാൻ. എന്നും വാക്കിയ വീട്ടിലോതിയാല് ദാരിദ്ര്യം വരൂല. അപ്പൊ ഒരുപാട് മഹത്വങ്ങൾ ആ വിഷയത്തിൽ പറയാനുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നാളെ ആഖിറത്തിൽ മക്കളെ നാളെ ആഖിറത്തിൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ശഫാഅത്ത് പറയാൻ 2-3 വിഭാഗം ഉണ്ട്. അതിൽ ഒന്ന് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ വന്നുകൊണ്ട് റബ്ബിനോട് ശഫാഅത്ത് ചെയ്തുകൊണ്ട്, റബ്ബേ രാത്രികളിൽ ഉറക്കം ഇല്ലാതെ ഉറങ്ങാൻ മനസ്സ് വെമ്പിട്ടുപോലും എന്നെ വിചാരിച്ചുകൊണ്ട് റബ്ബേ എനിക്ക് വേണ്ടി ഉറക്കം മാറ്റിവെച്ചവനാണ് എന്നെ ഓതാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് അവനെ രക്ഷപ്പെടുത്തണമെന്ന് ആഖിറത്തിൽ വന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നതാണ്. മാത്രമല്ല മൻശഅലഹുൽ ഖുർആൻ അൻ ദിക്രി വമസ്അലതി അഅതൈതുഹു അഫ്ളല മാ അഅതസ്സായിരീൻ. ചില ആളുകൾ ഖുർആൻ അങ്ങോട്ട് ഓതിയിട്ട് ദുആ ചെയ്യാൻ പോലും സമയം ഉണ്ടാവുകയില്ല, ദിക്ർ ചൊല്ലാൻ പോലും അവർക്ക് സമയം ഉണ്ടാവുകയില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ഖുർആൻ ഓതിയിട്ട് വേറെ ഒന്നിനും സമയമില്ലെങ്കിൽ, ദുആ ചെയ്യാൻ പോലും സമയമില്ലെങ്കിൽ ഒരു പേടിക്കണ്ട. ദുആ ചെയ്തിട്ട് കൊടുക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടല്ലോ, അതിനേക്കാൾ ഉഷാറുള്ളത് അള്ളാഹുർക്ക് കൊടുക്കും. ഒരു ദുആ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ മനസ്സിലുള്ള ഉദ്ദേശം വിചാരവും ഒക്കെ പടച്ച റബ്ബ് സാധിപ്പിച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നമുക്ക് മാത്രമല്ല നമ്മൾ ഖുർആൻ ഓതിയാൽ നേട്ടം, മറിച്ച് ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്കും അതിന്റെ ഉപകാരം കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണല്ലോ റസൂലുള്ളാഹി പറഞ്ഞത്, മൻ ഖറഅൽ ഖുർആന വഅമില ബിമാ ഫീഹി ഉൽബിസ വാലിദാഹു താജൻ യൗമൽ ഖിയാമ. ഈ കുട്ടികൾ ഖുർആൻ ഓതിയാൽ തന്നെ ആഖിറത്തിൽ അവന്റെ മാതാപിതാക്കൾക്ക് അല്ലാഹു പ്രത്യേക കിരീടം അണിയിച്ചു കൊടുക്കും. മാത്രല്ല, ഒരു കുട്ടി ഫാത്തിഹന്റെ അലിഫ് പഠിച്ചിട്ട് ഖബറിൽ അല്ലാഹു ശിക്ഷ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് ഈ പാപ്പാക്ക്. അപ്പൊ എത്ര പവറാ നമ്മൾ ചിന്തിച്ചു നോക്കി. ഖുർആൻ ഒരു ഹർഫ് പഠിച്ചതിനാ അത്രക്ക് പ്രതിഫലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തെരുമാറാവട്ടെ. അതുകൊണ്ട് ഇതൊക്കെ ചിന്തിച്ച് ഖുർആന്റെ ശ്രേഷ്ഠകൾ പറഞ്ഞാൽ തീരുകയില്ല, അവസാനിക്കില്ല. ഒരുപാട് ആ വിഷയത്തിൽ പറയാണ്ട്. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് 100 പ്രാവശ്യം ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു ഓതിയാൽ ഉറങ്ങാൻ വിരിപ്പിലേക്ക് പോവുകയാണ്, ആ സമയത്ത് ഖുൽ ഹുവല്ലാഹു ഓതി കിടന്നാൽ റസൂലുള്ളാഹി പറയുന്നു, മഹാ അൻഹു ദുനൂബ 50 സന, 50 വർഷത്തെ അവന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ഈ 100 ഖുൽ ഹുവല്ലാഹുവിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. എന്തുകൊണ്ട്? 100 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു ഈ മനുഷ്യൻ ഓതിയത് കൊണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂറത്തുൽ കഹ്ഫ്, ഓരോ സൂറത്തിനും പ്രത്യേകത ഉണ്ട്. സൂറത്തുൽ കഹ്ഫ് നമ്മൾ ഇന്ന് ഓതിയതാണ്. ഇന്ന് വെള്ളിയാഴ്ച ശരിക്ക് പണ്ഡിതന്മാർ ഇമാമിയങ്ങൾ പറഞ്ഞത് പ്രകാരം 3 തവണ ചുരുങ്ങിയത് സൂറത്തുൽ കഹ്ഫ് ഓതണം. സൂറത്തുൽ കഹ്ഫ്, ഈ സൂറത്തുൽ കഹ്ഫ് ഒരാൾ ഒരു വെള്ളിയാഴ്ച ഓതിയാൽ അല്ലാഹു ലഹു നൂർ മാ ബൈന ജുമുഅത്തൈനി, ഈ ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ 2 ജുമുഅന്റെ ഇടയിൽ അല്ലാഹു ഒരു നൂർ പ്രകാശം അവർക്ക് കൊടുക്കുന്ന.
നാളെ മസീഹുദ് ദജ്ജാൽ വരുമ്പോൾ എല്ലാവരെയും ഫിത്നയിൽ അകപ്പെടുത്തുന്ന സമയത്ത് സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ഓതിയവനക്ക് മസീഹുദ് ദജ്ജാലിന്റെ ഉപദ്രവം ഉണ്ടാവുകയില്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രക്ക് പവറുള്ള സാന കഹ്ഫ്. വെള്ളിയാഴ്ച നമ്മൾ എത്രയോ തവണ ഓതണ്ട, വെള്ളിയാഴ്ച അവസാനിച്ചിട്ടില്ലല്ലോ, ഇനിയും ഓതാനുള്ള സമയമാണ്. മാത്രമല്ല സൂറത്തുൽ വാഖിയ, സൂറത്തുർ റഹ്മാൻ, ഇതൊക്കെ നമ്മുടെ സൂറത്തുൽ യാസീൻ, അത് വളരെ പ്രധാനപ്പെട്ട മരിച്ച അവിടെ ഹദറത്തിൽ സൂറത്തുൽ യാസീൻ ഓതാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് യാസീൻ ഓതിയാൽ അന്നത്തെ അവന്റെ ദിവസം ഫത്ഹായി പോകും. അന്ന് അവനക്കൊരു അപകടവും പ്രയാസവും ഒന്നും കൊടുക്കുകയില്ല. അവന്റെ എല്ലാ ആവശ്യങ്ങളും ആ ഒറ്റ സൂറത്ത് യാസീൻ ഓതിയ കാരണത്തിൽ അള്ളാഹു നിർവഹിച്ചു കൊടുക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ആ വിശുദ്ധ ഖുർആനിന്റെ മഹത്വം മനസ്സിലാക്കി അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാനും ഖുർആൻ ഒരുപാട് തവണകൾ ഓതാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. 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 റഹ്മത്തിന്റെ 10 ഇനി നമുക്ക് ചില ദിവസങ്ങളെ ഉള്ളൂ, മണിക്കൂറുകൾ മാത്രം ബാക്കി. അപ്പം ഒഴിവുണ്ടാകുമ്പോഴൊക്കെ വണ്ടി പോകാൻ പോകുമ്പോഴാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ ചെല്ലാൻ പറ്റുമല്ലോ. ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അള്ളാഹുവിനെ 2 രൂപത്തിലാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. അള്ളാഹ് പഠിച്ചവന്റെ ശിക്ഷ, അള്ളാഹു എത്ര അല്ലെ ദേഷ്യം പിടിച്ച് എന്തൊക്കെ ചെയ്യും, ഇങ്ങനെ അള്ളാഹിനെ ഒരു പേടിച്ച് മനസ്സിലാക്കരുത് നമ്മൾ. മറിച്ച് എത്ര സ്നേഹമുള്ള റബ്ബ്, അള്ളാഹ് എത്ര സ്നേഹമുള്ള, നിന്റെ ചെറുപ്പം മുതൽ ഇക്കാലം വരെ നിന്റെ A to Z അറിയുന്ന ഒരാള് അള്ളാഹുവേ ഉള്ളൂ. നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊന്നും നമ്മളെ കുറിച്ച് അല്ലെ നമ്മളെ കാര്യങ്ങള്, സംസാരങ്ങള്, പ്രവർത്തികളൊന്നും ഫുൾ അറിയില്ല. എന്നാൽ അതൊക്കെ അറിഞ്ഞ് പഠിച്ചവനെ എന്നിട്ട് അതിന്റെ പേരിൽ എന്നെ ശിക്ഷിച്ചില്ല. ഇക്കാലം വരെ ദുനിയാവില് എനിക്കൊരു മുറുക്ക് വെള്ളം തരാന്നിട്ടില്ല, എനിക്ക് ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഭക്ഷണം മടക്കിയിട്ടില്ല, ശ്വാസം എനിക്ക് തരാന്നിട്ടില്ല എന്ന് അള്ളാനെ സ്നേഹം കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതാണല്ലോ ആഖിറത്തിൽ റസൂൽ പറഞ്ഞില്ലേ, ഒരാൾ പറയും പഠിച്ചവനെ ഇവിടെ എന്തൊരു വെയിലാ, അർഷിന്റെ അവിടെ നിൽക്കുന്ന സമയത്ത് സൂര്യന്റെ ചൂടേറ്റ് ആ ഒരു തണലുണ്ടല്ലോ മരത്തിന്റെ, അവർക്കും നിന്നെ ആക്കി തരുമോ ചോദിച്ചു. എത്രയോ തെറ്റ് ചെയ്ത മനുഷ്യനാ. പഠിച്ചോ എന്ത് ചെയ്യോ ഇയാളെ, അതാണ് ഒരു അടിമന്റെ വിളി അള്ളാഹ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ തിരിച്ചറിയണം, റസൂലുള്ളാഹിന്റെ വാക്കുകളൊക്കെ നമ്മൾ പഠിക്കണം. ഈ മിഷ്കാത്തിന്റെ കിതാബില് ബാബു സഅത്ത് റഹ്മത്തില്ല എന്ന അധ്യായം അള്ളാഹിന്റെ സ്നേഹം മാത്രം അവൻ മനസ്സിലാക്കിയാൽ പഠിച്ചവനെ പേടില്ല. സ്നേഹം കൊണ്ട് മഹാന്മാര് പറഞ്ഞില്ലേ, എനിക്ക് എന്റെ സ്വർഗം വേണ്ട, സ്വർഗം എനിക്ക് വേണ്ട, പഠിച്ചവൻ എന്റെ സ്നേഹം മതി. ഇതാണ് മഹാന്മാര് പറഞ്ഞത്. മനസ്സിലായോ? ഇച്ചമസ്ഥാനെ പറ്റിയൊക്കെ അവിടുത്തെ വിരുത്തുകളിൽ പാടിയതല്ലോ. അതുകൊണ്ട് ആ സ്നേഹം. അപ്പൊ ഈ മനുഷ്യൻ പറയും പഠിച്ചവനെ ആ മരത്തിന്റെ തണലത്തേക്കൊന്ന്, പഠിച്ചവൻ പറയും മലക്കളെ അയാൾ പാവം ഒന്ന് അങ്ങോട്ട് ആക്കി കൊടുത്തേക്കും. ഇനി ചോദിക്കരുത്, കാരണം എന്താ കുറച്ചുകൂടി അപ്പുറത്തേക്ക് ആക്കണമെന്ന് അവർക്ക് തോന്നിപ്പോകും. അടിമനോട് റബ്ബ് പറയും. ആ മനുഷ്യൻ പറയും റബ്ബേ കുറച്ചും കൂടി തണലുണ്ടല്ലോ അപ്പുറത്തെ മരത്തിന്, എനിക്ക് വെയിൽ സഹിക്കാൻ കഴിയാഞ്ഞിട്ടല്ലേ എന്റെ റബ്ബേ എന്നൊക്കെ പറയുമ്പോ പഠിച്ചവന്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹ് പറയും
മലക്കുകളെ അങ്ങോട്ടാക്കി കൊടുക്കും. അവസാനം സ്വർഗത്തിന്റെ അടുത്തേക്ക് ഈ മനുഷ്യ എത്തുമ്പോ സ്വർഗത്തിന്റെ വാസന ഇങ്ങനെ അടിച്ചു വീശുന്ന ഈ മനുഷ്യനക്ക്, പഠിച്ചോനെ സ്വർഗത്തിന്റെ ഗന്ധം എന്റെ മൂക്കിലേക്ക് അടിച്ചു വീശുന്നു, എനിക്ക് അതിലേക്ക് ഉള്ളിലേക്ക് കടക്കേണ്ടതില്ല, അതിന്റെ വാതിലിന്റെ അടുത്ത് നിന്ന് ആ ഗന്ധം ഒന്ന് ആസ്വദിക്കാനുള്ള അവസരം തരുമോ എന്ന് ചോദിക്കും. റബ്ബിന്റെ സ്നേഹം നോക്കി ഇത്ര തെറ്റ് ചെയ്ത് ജീവിച്ചിട്ട് മനുഷ്യനായി പോട്ടും പഠിച്ചോനെ മലക്കോട് പറയും അങ്ങോട്ടാക്കിയേക്കും. അയാൾ പറയും അവസാനം, റബ്ബേ ഒന്ന് ഉള്ളിലേക്ക് കടത്തിത്തരോ. റഹ്മത്തിന്റെ വാതിൽ കാണാം, പടച്ച റബ്ബ് അവന്റെ റഹ്മത്ത് കൊണ്ട് ഇയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. ഹബീബ് റസൂലുള്ളാഹി. അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കണ്ട. അതാണ് മരിച്ചാൻ കിടക്കുന്ന ആളെടുത്ത് പോയിട്ട് അള്ളാഹിനെ കുറിച്ച് നല്ലത് പറഞ്ഞു കൊടുക്കണം. എത്ര തെറ്റ് ചെയ്ത് ജീവിച്ചാണെങ്കിലും നമ്മളെ ബാപ്പേ നമുക്ക് വേണ്ടപ്പെട്ട ആരാണെങ്കിലും ഓരടുത്ത് പോയിട്ട് അവർക്ക് ഖേദമുണ്ടാവും. മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഏതൊരാക്കും ഖേദമുണ്ടാവും. കുറെ അമലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, ഞാൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ അപകടം പറ്റിയിട്ടോ അല്ലെങ്കിൽ മരിക്കാൻ കിടക്കുന്ന കാര്യത്തിനെ പറ്റി ഖേദമുണ്ടാവും. ആ സമയത്ത് സുന്നത്തായ കാര്യമാണ്, നിങ്ങൾ എന്തിനാ പേടിക്കണേ? എത്ര തെറ്റ് ചെയ്തവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ പേടിക്കണം, നിങ്ങൾ കലിമ ചൊല്ലിക്കോടി എന്ന് പറഞ്ഞ് നല്ല രൂപത്തിൽ അള്ളാഹിനെ കുറിച്ച് സ്നേഹം പറഞ്ഞു കൊടുക്കണം എന്ന അവസാന സമയത്ത് അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നുള്ള ആ ലൊന്ന് അബ്ദി, എന്നെ കുറിച്ച് എന്റെ അടിമ എന്താ വിചാരിക്കണേ, എനിക്കൊക്കെ പുറത്തു നിന്ന് സ്വർഗത്ത് കടത്തു, എന്റെ സ്നേഹമൊക്കെ കിട്ടും, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ഞാന് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി നമുക്കൊക്കെ തരും. ഒന്നും പേടിക്കണ്ട, സ്വർഗത്തിൽ കടത്തും. നമ്മൾ തെറ്റ് ചെയ്തവരാണെങ്കിലും അതിന്റെ ശിക്ഷ അനുഭവിപ്പിച്ചിട്ട് മുഅ്മിനീങ്ങളെ സ്വർഗത്തിൽ കടത്തുമെന്നാണല്ലോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. റഹ്മാനായ അല്ലാഹ്, പാപികളായ ദോഷികളായ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ പൊറുക്കണം റഹ്മാൻ.